ഹൈറേഞ്ചിൻ്റെ രാത്രികൾക്ക് എപ്പോഴും ഒരു പ്രേതാലയത്തിൻ്റെ മൂടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർക്കടക മാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു പെയ്യുന്ന ആ നൂൽമഴയുള്ള രാത്രികളിൽ. പശ്ചിമഘട്ടത്തിൻ്റെ മടക്കുകളിൽ ഒളിച്ചിരിക്കുന്ന മേലേപ്പാറ എന്ന ആ മലയോര ഗ്രാമത്തിലേക്ക് വലിയൊരു KSRTC ബസ് കഷ്ടിച്ച് കടന്നു പോകുന്ന വീതി കുറഞ്ഞ റോഡിലൂടെ കറുത്ത ഒരു ടാറ്റ സഫാരി കാർ സാവധാനം മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് സ്റ്റീറിംഗ് തിരിക്കുന്ന ഡ്രൈവറുടെ മുഖത്ത് കടുത്ത ക്ഷീണമുണ്ടായിരുന്നു. എന്നാൽ പിന്നിലിരിക്കുന്ന വലിയ ശരീരമുള്ള മനുഷ്യന്റെ കണ്ണുകളിൽ ഒട്ടും തളർച്ചയുണ്ടായിരുന്നില്ല. ഇരുണ്ട കാട്ടുവഴികളിലേക്ക് നീളുന്ന ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിലേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു. മറ്റാരുമല്ലാതെ DYSP ആന്റണി തോമസ്. ആലപ്പുഴയിലെയും കൊച്ചിയിലെയും ഗുണ്ടാ സംഘങ്ങളെ അടിച്ചൊതുക്കി പേരെടുത്ത ഡിപ്പാർട്ട്മെന്റിലെ വിട്ടുവീഴ്ചയില്ലാത്ത ഓഫീസർ. രാഷ്ട്രീയക്കാരുടെ ശുപാർശകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ആന്റണിയെ ഒടുവിൽ തളയ്ക്കാൻ വേണ്ടി ഭരണകൂടം കണ്ടെത്തിയ സ്ഥലമാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തണുത്തുറഞ്ഞ ഈ മേലേപ്പാറ. സാറേ, ഏകദേശം എത്താറായി. ആ കാണുന്ന വളവ് തിരിഞ്ഞാൽ സ്റ്റേഷനായി. സ്റ്റേഷന്റെ തൊട്ടുപുറകിലാണ് സാറിനുള്ള ക്വാർട്ടേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഡ്രൈവർ സുകുമാരൻ വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ആന്റണി ഒന്ന് മൂളുക മാത്രം ചെയ്തു. വണ്ടി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് കയറി നിന്നു. പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് പുതുക്കി പണി കഴിപ്പിച്ചതാണ് മേലേപ്പാറ സ്റ്റേഷൻ. വണ്ടിയുടെ ശബ്ദം കേട്ട് അകത്തിരുന്ന ഡ്യൂട്ടി ഓഫീസറും 2 കോൺസ്റ്റബിൾമാരും പെട്ടെന്ന് എഴുന്നേറ്റ് തൊപ്പി ശരിയാക്കി പുറത്തേക്ക് ഓടി വന്നു. സർ, സല്യൂട്ട് അടിച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടർ സദാനന്ദൻ മുന്നോട്ട് വന്നു. പ്രായം 50-നോടടുത്ത് ഒതുങ്ങിയ ശരീരമുള്ളൊരു മനുഷ്യൻ. മുഖത്ത് തദ്ദേശീയരായ ആളുകളുടെ കൗശലവും ഭയവുമുണ്ട്. ആന്റണി കാറിൽ നിന്നിറങ്ങി. ചുറ്റും കനത്ത മഞ്ഞ് മൂടി നിൽക്കുകയാണ്. സ്വന്തം കൈപ്പത്തി പോലും വ്യക്തമായി കാണാൻ പറ്റാത്തത്ര കട്ടിപ്പുക പോലുള്ള മഞ്ഞ് തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് സദാനന്ദ വിശേഷങ്ങൾ? കേസ് ഡയറികളൊക്കെ അപ്ഡേറ്റ് ആണോ? ആന്റണി തൻ്റെ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു. എല്ലാം കൃത്യമാണ് സാർ. ഇവിടെ വലിയ ക്രൈമുകളൊന്നും സാധാരണ ഉണ്ടാകാറില്ല. വല്ലപ്പോഴും ഉണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളും തോട്ടം തൊഴിലാളികളുടെ വഴക്കുകളും മാത്രമാണുള്ളത്. സാറിന് സമാധാനമായിരിക്കാം. സദാനന്ദൻ വിനീതമായി ഒന്ന് ചിരിച്ചു. സമാധാനമായിരിക്കാനാണെങ്കിൽ ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യണമായിരുന്നല്ലോ സദാനന്ദ. ആന്റണിയുടെ ആ മറുപടിയിൽ സദാനന്ദന്റെ മുഖത്തെ ആ ചിരി ഒന്നു മങ്ങി. ശരി, ക്വാർട്ടേഴ്സിന്റെ താക്കോലെടുക്കൂ. ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ 9 മണിക്ക്. താക്കോലുമായി സുകുമാരനും സദാനന്ദനും മുന്നിൽ നടന്നു. സ്റ്റേഷന്റെ തൊട്ടു പിന്നിലെ കുന്നിൻ ചെരുവിലാണ് ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സ് ഉള്ളത്. വലിയൊരു കാട്ടുമാവ് ആ വീടിന്റെ മുകളിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. വീടിന്റെ മുൻവാതിൽ തുറന്ന് സുകുമാരൻ ലൈറ്റുകൾ ഇട്ടു. അത്യാവശ്യം ഫർണിച്ചറുകളും ഒരു ചെറിയ അടുക്കളയും മാത്രമുള്ള ഒരു സാധാരണ ക്വാർട്ടേഴ്സ്. സാറിന് കഴിക്കാനുള്ള ഭക്ഷണം കാസറോളിൽ വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ നേരത്തെ വരാം സാർ, സുകുമാരൻ പറഞ്ഞു. ശരി, സുകുമാരൻ പൊയ്ക്കോളൂ. സദാനന്ദനും പൊയ്ക്കോളൂ. ആന്റണി യൂണിഫോമിന്റെ ബട്ടണുകൾ അഴിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ഇറങ്ങി വാതിലടച്ചതോടെ ആ വലിയ വീട് പൂർണ്ണമായും നിശബ്ദമായി. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കറുത്ത മഞ്ഞല്ലാതെ മറ്റൊന്നും കാണാനില്ലായിരുന്നു. ആന്റണി മേശപ്പുറത്തിരുന്ന ഭക്ഷണം കഴിച്ച് തൻ്റെ വലിയ ട്രാവലിംഗ് ബാഗ് കട്ടിൻ്റെ അരികിലേക്ക് നീക്കിവെച്ചു. ആ ബാഗിൻ്റെ ഏറ്റവും അടിയിലെ രഹസ്യ അറയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക റിവോൾവറും ഒപ്പം കൊച്ചിയിൽ നിന്നും പോരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രഹസ്യമായി എടുത്ത ചില പഴയ കേസ് ഫയലുകളും ഉണ്ടായിരുന്നു. ദീർഘദൂര യാത്രയുടെ ക്ഷീണം കാരണം ബെഡിലേക്ക് കിടന്നപാടെ ആന്റണി ഉറക്കത്തിലേക്ക് വീണു. പുറത്തു മഴ ശക്തിപ്പെടുന്നുണ്ടായിരുന്നു. കാറ്റ് ജനൽപ്പാളികളിൽ വന്നിടിച്ച് ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ സമയം പുലർച്ചെ 3 മണി. പുറത്ത് കനത്ത മഴയുടെയും കാറ്റിൻ്റെയും ശബ്ദത്തിനിടയിലൂടെ ക്വാർട്ടേഴ്സിന്റെ താഴത്തെ നിലയിലെ അടുക്കള ഭാഗത്തെ ജനൽ ചില്ല് വളരെ പതുക്കെ ഇളകി മാറുന്ന ശബ്ദമുണ്ടായി. ഒരു പൂച്ച നടക്കുന്ന പോലെ അത്ര പോലും ശബ്ദമില്ലാതെ കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരു രൂപം അകത്തേക്ക് ഇറങ്ങി. മുഖം പൂർണ്ണമായും കറുത്ത തുണി കൊണ്ട് മറച്ചിരുന്നു. കയ്യിൽ ചെറിയൊരു ടോർച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ രൂപത്തിന് ആ വീടിന്റെ ഘടന കൃത്യമായി അറിയാമായിരുന്നു. അതുപോലെയാണ് അയാൾ ചുവടുകൾ വെച്ചത്. ഹാളിലെ വിലപിടിപ്പുള്ള ടിവിയോ മേശപ്പുറത്തിരുന്ന ലാപ്ടോപ്പോ ആ രൂപം ശ്രദ്ധിച്ചതേയില്ല. നേരം മുകളിലത്തെ നിലയിലേക്ക് ആന്റണി ഉറങ്ങുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള സ്റ്റഡി റൂമിലേക്ക് അത് നടന്നു നീങ്ങി. അവിടെ ഉണ്ടായിരുന്ന മേശയുടെ വലിപ്പങ്ങൾ ഓരോന്നായി വളരെ പതുക്കെ തുറക്കപ്പെട്ടു. ഒന്നും കണ്ടെത്താൻ ആ രൂപം ആന്റണി ഉറങ്ങിക്കിടക്കുന്ന കിടപ്പുമുറിയുടെ വാതിൽക്കലേക്ക് വന്നു. വാതിൽ ചെറുതായി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ കട്ടിലിൽ ആന്റണി നല്ല ഉറക്കത്തിലാണ്. കറുത്ത രൂപം മുറിക്കുള്ളിലേക്ക് കയറി. കട്ടിലിന്റെ അരികിലിരിക്കുന്ന വലിയ ട്രാവലിംഗ് ബാഗ് രൂപത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സാവധാനം ബാഗിന്റെ സിബുകൾ ഓരോന്നായി തുറന്നു. ഉള്ളിലെ വസ്ത്രങ്ങൾക്കിടയിലൂടെ ആ കൈകൾ തപ്പാൻ തുടങ്ങി. ഒടുവിൽ ബാഗിന്റെ രഹസ്യറ ആ രൂപം കണ്ടെത്തി. അവിടെ 2 സാധനങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ആന്റണിയുടെ സർവീസ് റിവോൾവർ, 2 ഒരു പഴയ കേസ് ഡയറി ഫയൽ. ആ രൂപത്തിന്റെ കൈകൾ ആദ്യം നീണ്ടത് റിവോൾവറിന് നേരെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തോക്ക് അവിടെ തന്നെ വെച്ച് ആ കറുത്ത ഫയൽ മാത്രം കയ്യിലെടുത്തു. വസ്ത്രങ്ങൾ പഴയതുപോലെ ഒതുക്കി വെച്ച്
ബാഗിന്റെ സിബ് വീണ്ടും അടച്ച് ആ രൂപം തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുമ്പോഴാണ് കട്ടിലിൽ ഒരു അനക്കമുണ്ടായത്. ആന്റണി ചെറുതായി ചെരിഞ്ഞു കിടന്നു. കറുത്ത രൂപം ശ്വാസമടക്കി ഭിത്തിയോട് ചേർന്ന് നിന്നു. മിനിറ്റുകൾ കടന്നുപോയി. ആന്റണിയുടെ ശ്വാസോച്ഛ്വാസം വീണ്ടും സാധാരണ നിലയിലായപ്പോൾ ആ രൂപം പൂച്ചയെപ്പോലെ മുറിക്ക് പുറത്തേക്ക് നടന്നു. വന്ന വഴിയിലൂടെ തന്നെ ഇരുട്ടിലേക്ക്, ശേഷം ആ കറുത്ത മഞ്ഞിലേക്ക് പോയി അപ്രത്യക്ഷമായി. രാവിലെ 6:30 ജനൽ വഴി അടിച്ചു കയറിയ തണുത്ത വെളിച്ചമാണ് ആന്റണിയെ ഉണർത്തിയത്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ജനൽ തുറന്നു. തലേന്നത്തെ അപേക്ഷിച്ച് മഞ്ഞു കുറവാണ്. ദൂരെ ചായത്തോട്ടങ്ങളിൽ പണിക്ക് പോകുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാം. ഫ്രഷാകാൻ വേണ്ടി ബാഗിൽ നിന്നും പുതിയ വസ്ത്രങ്ങൾ എടുക്കാൻ നോക്കിയ ആന്റണി പെട്ടെന്ന് സ്തംഭിച്ചുപോയി. അദ്ദേഹത്തിന്റെ വിരലുകൾ ബാഗിന്റെ സിബിൽ തൊട്ടപ്പോൾ തന്നെ എന്തോ ഒരു വ്യത്യാസം തോന്നി. താൻ എപ്പോഴും ഇടുന്ന രീതിയിലല്ല സിബിന്റെ ഹെഡ് ഇരിക്കുന്നത്. ആന്റണിയുടെ നെറ്റി ചുളിഞ്ഞു. ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ 6ാം ഇന്ദ്രിയം അപായ സൂചന നൽകി. അദ്ദേഹം വേഗത്തിൽ ബാഗ് പൂർണ്ണമായും തുറന്നു. വസ്ത്രങ്ങളെല്ലാം കൃത്യമായി ഇരിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ക്രമക്കേട്. രഹസ്യ അറയിലേക്ക് കൈനീട്ടിയ ആന്റണിയുടെ നെഞ്ച് ഒന്നിടിച്ചു. തോക്ക് അവിടെ തന്നെയുണ്ട്, എന്നാൽ അതിന്റെ തൊട്ടടുത്തിരുന്ന ആ കറുത്ത ഫയൽ കാണാനില്ല. ആന്റണി മുറിക്ക് ചുറ്റും നോക്കി. മേശപ്പുറത്തും ഷെൽഫിലും എല്ലാം തിരഞ്ഞു. ഒടുവിൽ താഴത്തെ നിലയിലേക്ക് ഓടിയിറങ്ങി. അടുക്കളയിലെ ജനലിന്റെ ഒരു ഗ്ലാസ് പാളി പുറത്തു നിന്നും കൃത്യമായി മുറിച്ചു മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. നിലത്ത് ചെളി പുരണ്ട ബൂട്ടിന്റെ നേരിയ അടയാളങ്ങൾ. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ അപമാനം ആന്റണിക്ക് അനുഭവപ്പെട്ടു. ഒരു സബ് ഡിവിഷന്റെ ചീഫായി ചാർജ് എടുക്കാമെന്ന് തന്റെ ആദ്യ രാത്രിയിൽ സ്വന്തം ക്വാർട്ടേഴ്സിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. അതും ഒരു സാധാരണ കള്ളനല്ല വന്നിരിക്കുന്നത്. വീട്ടിലെ സ്വർണമോ പണമോ തൊടാതെ താൻ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ ഫയൽ മാത്രം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അവൻ എങ്ങനെ ഈ ഫയലിനെ കുറിച്ചറിയാം? ആന്റണിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് തെരിച്ചു. അതേസമയം പുറത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. സബ് ഇൻസ്പെക്ടർ സദാനന്ദനും ഡ്രൈവർ സുകുമാരനും വണ്ടിയിൽ നിന്നിറങ്ങി ക്വാർട്ടേഴ്സിന്റെ മുൻവാതിലിലേക്ക് വരികയാണ്. ആന്റണി പെട്ടെന്ന് അടുക്കളയിലെ ജനൽപ്പാളി പഴയതുപോലെ തന്നെ ചാരിവെച്ചു. നിലത്തെ ചെരിപ്പടയാളങ്ങൾ തന്റെ കാൽപാദം കൊണ്ട് അമർത്തി മായ്ച്ചു കളഞ്ഞു. ഈ മോഷണ വിവരം ഇപ്പോൾ ലോക്കൽ പോലീസിനെ അറിയിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാരണം ശത്രു ആരാണെന്നറിയാതെ കാടിളക്കാൻ ആന്റണി തയ്യാറല്ലായിരുന്നു. അതിലുപരി നഷ്ടപ്പെട്ട ആ ഫയൽ എന്താണെന്ന് പുറത്തറിഞ്ഞാൽ അത് തന്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. മുഖത്തെ ഭാവങ്ങൾ പൂർണ്ണമായി മാറ്റി ശാന്തനായി ആന്റണി മുൻവാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ് സാർ, ഉറക്കമൊക്കെ സുഖമായിരുന്നോ? തണുപ്പ് വല്ലാതെ ബുദ്ധിമുട്ടിച്ചോ? സദാനന്ദൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉറക്കം നന്നായിരുന്നു സദാനന്ദ, ആന്റണി സദാനന്ദന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഈ മേലേപ്പാറയിലെ രാത്രികൾക്ക് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പുണ്ട്. ആന്റണിയുടെ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ സദാനന്ദൻ ഒന്ന് അന്തിച്ചു നിന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരൂഹവും അപകടവും പിടിച്ചതുമായ ഒരു വലിയ കേസിലേക്കാണ് താൻ കാലെടുത്ത് വച്ചിരിക്കുന്നത് എന്ന് ഡിവൈഎസ്പി ആന്റണി തോമസ് അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. മേലേപ്പാറ പോലീസ് സ്റ്റേഷന്റെ വലിയ ഹാൾ നിശബ്ദമായിരുന്നു. സബ് ഇൻസ്പെക്ടർ സദാനന്ദനും മറ്റ് 5 കോൺസ്റ്റബിൾമാരും കൃത്യമായി യൂണിഫോമിൽ അറ്റൻഷനായി നിൽക്കുകയാണ്. ഡിവൈഎസ്പി ആന്റണി തോമസ് തന്റെ വലിയ കസാരയിലേക്ക് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. തലേന്ന് രാത്രി സ്വന്തം മുറിയിൽ ഒരു കള്ളൻ കയറിയതിന്റെയോ തന്റെ അതീവ രഹസ്യ ഫയൽ നഷ്ടപ്പെട്ടതിന്റെയോ യാതൊരു പരിഭ്രമവും ആ കണ്ണുകളിൽ കാണാനില്ലായിരുന്നു. പകരം ഒരു വേട്ടക്കാരന്റെ കൂർമ്മതയോടെ അദ്ദേഹം ഓരോരുത്തരെയായി നോക്കി. ഇരിക്കൂ, ആന്റണി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എല്ലാവരും കസാരകളിലേക്ക് ഇരുന്നു. സദാനന്ദ, മേലേപ്പാറ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ നടന്ന പ്രധാനപ്പെട്ട കേസുകളുടെ ലിസ്റ്റ് എനിക്ക് വേണം, പ്രത്യേകിച്ച് തെളിയാത്ത കേസുകൾ. ആന്റണി മേശപ്പുറത്തിരുന്ന ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സദാനന്ദൻ ഒന്നും മടിച്ചു. പിന്നീട് മേശപ്പുറത്തിരുന്ന ഒരു വലിയ രജിസ്റ്റർ തുറന്നു. സാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വലിയ ക്രൈമുകളൊന്നും നടക്കാറില്ലെന്നേ. ആകെയുള്ളത് 2 വർഷം മുമ്പ് നടന്ന ഒരു തോട്ടം തൊഴിലാളിയുടെ ആത്മഹത്യയും പിന്നെ ചില്ലറ ചെറിയ മോഷണ കേസുകളുമാണ്. അവയെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തതാണ് സാർ. ക്ലോസ് ചെയ്തതാണോ അതോ ബലമായി ക്ലോസ് ചെയ്യിപ്പിച്ചതാണോ സദാനന്ദ? ആന്റണിയുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെയായിരുന്നു. സദാനന്ദന്റെ മുഖത്ത് നേരിയൊരു പരിഭ്രമം മിന്നിമറഞ്ഞു. അത് പിന്നെ സാർ, മേലേപ്പാറയിലെ വലിയ തോട്ടമുടമയായ വർമ്മ മുതലാളിയുടെ എസ്റ്റേറ്റിലാണ് ആ ആത്മഹത്യ നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമാണെന്ന് വ്യക്തമായിരുന്നതുകൊണ്ട് ശരി, ആ ഫയലുകളെല്ലാം എൻ്റെ ടേബിളിലെത്തിക്ക്, ഞാനതൊന്ന് പരിശോധിക്കട്ടെ. ആന്റണി സദാനന്ദനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. തൽക്കാലം എല്ലാവരും ഡ്യൂട്ടിയിലേക്ക് പോയിക്കോളൂ. സുകുമാരൻ മാത്രം ഇവിടെ നിൽക്കട്ടെ. എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ആന്റണി തൻ്റെ ഡ്രൈവർ സുകുമാരനെ അരികിലേക്ക് വിളിച്ചു. സുകുമാരൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ 3 വർഷമായി ആന്റണിയുടെ കൂടെയുള്ള ആളാണ്. സുകുമാരൻ, ഒരു രഹസ്യമുണ്ട്, ആരോടും പറയരുത്, സദാനന്ദനോട് പോലും. ആന്റണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്താണ് സാർ? സുകുമാരൻ വല്ലാത്തൊരു ടെൻഷനോടെ ചോദിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഒരാൾ കയറി. എൻ്റെ ബാഗിൽ നിന്നും ഒരു പഴയ ഫയൽ അവൻ എടുത്തുകൊണ്ടുപോയി. എന്ത്? സുകുമാരൻ ഞെട്ടിപ്പോയി. സാറിൻ്റെ മുറിയിലോ?
എന്നിട്ട് സാർ അറിഞ്ഞില്ലേ? നമുക്കിപ്പോൾ തന്നെ ഡോഗ് സ്ക്വാഡിനെയും ഫിംഗർ പ്രിന്റ് ബ്യൂറോയെയും അറിയിക്കാം. സ്റ്റേഷന്റെ തൊട്ടു പുറകിൽ നടന്നിട്ട് അവന്മാർ. വേണ്ട ആന്റണി, വേണ്ട. ആന്റണി സുകുമാരന്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. ഇതൊരു സാധാരണ കള്ളം ചെയ്തതല്ല സുകുമാരൻ. സ്റ്റേഷനിലെ ഫോറൻസിക് ടീം വന്നാൽ ഈ വിവരം നാട്ടുകാരും മാധ്യമങ്ങളും അറിയും. ഒരു പുതിയ DYSP ചാർജ് എടുത്ത് അന്ന് രാത്രി തന്നെ അയാളുടെ വീട്ടിൽ മോഷണം നടന്നു എന്നറിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടാണ്. അതിലുപരി ആ നഷ്ടപ്പെട്ട ഫയൽ എന്താണെന്ന് പുറത്തറിഞ്ഞാൽ കളി മാറും. അത്രയ്ക്കും പ്രധാനപ്പെട്ട ഫയലായിരുന്നോ സാർ അത്? സുകുമാരൻ ചോദിച്ചു. ആന്റണി കസാരയിലേക്ക് ചാരിയിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സ് 6 മാസം മുമ്പത്തെ കൊച്ചി നഗരത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. 6 മാസം മുമ്പ് കൊച്ചി സിറ്റി ഷാഡോ പോലീസിന്റെ തലവനായിരുന്ന ആന്റണി തോമസ് അക്കാലത്താണ് നഗരത്തിലെ ഒരു പ്രമുഖ വ്യവസായിയുടെ മകൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത്. ആ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് ആന്റണിയുടെ കൈകളിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു ഡയറി ലഭിക്കുന്നത്. അത് മയക്കുമരുന്ന് മാഫിയയുടെ ഇടപാടുകൾ എഴുതി വെച്ച ഒന്നായിരുന്നില്ല. പകരം കറുത്ത കവർ ചെയ്ത ആ ഫയൽ 5 വർഷം മുമ്പ് ഇടുക്കിയിലെ മേലേപ്പാറയിൽ നടന്ന ഒരു നിഗൂഢമായ കൊലപാതകത്തിന്റെ അന്വേഷണ റിപ്പോർട്ടായിരുന്നു. കേസ് നമ്പർ 18/2021 എന്നായിരുന്നു ആ ഫയലിന്റെ പുറത്ത് എഴുതിയിരുന്നത്. മേലേപ്പാറയിലെ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിരുന്ന അഞ്ജലി എന്ന 20 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകമായിരുന്നു ആ കേസ്. അവൾ ആ നാട്ടിലെ തോട്ടം തൊഴിലാളിയായ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മകളായിരുന്നു. കോളേജ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ചായത്തോട്ടത്തിന്റെ നടുവിലെ ഒരു വിജനമായ താഴ്വരയിൽ വെച്ചാണ് അവളുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. ക്രൂരമായ പീഡനത്തിന് ഇരയായ ശേഷമാണ് അവൾ കൊല്ലപ്പെട്ടതെന്ന് ഇൻക്വസ്റ്റിൽ വ്യക്തമായിരുന്നു. എന്നാൽ ആ കേസ് അന്വേഷിച്ച അന്നത്തെ ലോക്കൽ പോലീസ് കേസ് അട്ടിമറിച്ചു. ഒരു തെളിവുമില്ലെന്ന് കാണിച്ച് വെറും 3 മാസത്തിന്റെ ഉള്ളിൽ കേസ് ഫയൽ ക്ലോസ് ചെയ്തു. കൊച്ചിയിൽ വെച്ച് ആന്റണിക്ക് ലഭിച്ച ആ രഹസ്യ ഫയലിൽ യഥാർത്ഥ പ്രതികൾ നാട്ടിലെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ചില ഉന്നതരാണെന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി പോലീസിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി ലഭിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്ന ചില രേഖകളുണ്ടായിരുന്നു. തന്റെ മേലുദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ ആന്റണി ആ കേസ് രഹസ്യമായി വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഇതറിഞ്ഞ ഉന്നതർ ഉടനടി സ്വാധീനം ചെലുത്തി ആന്റണിയെ കൊച്ചിയിൽ നിന്നും ഈ മേലേപ്പാറയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. താൻ മേലേപ്പാറയിലേക്ക് വരുന്നത് ഈ കേസ് നമ്പർ 18 പൂർത്തിയാക്കാൻ വേണ്ടിയാണെന്ന് ആന്റണിക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കറുത്ത ഫയൽ അദ്ദേഹം അതീവ രഹസ്യമായി തന്റെ ബാഗിൽ സൂക്ഷിച്ചത്. അപ്പോൾ സാറിന് ഇങ്ങോട്ട് മാറ്റിയ വിവരമറിഞ്ഞ് ആ ഫയൽ കൈക്കലാക്കാൻ വേണ്ടി പ്രതികൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ ഇത്? ആന്റണി പറഞ്ഞു നിർത്തിയപ്പോൾ സുകുമാരൻ ചോദിച്ചു. അതെ സുകുമാരൻ, ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നത് ആ ഫയലുമായിട്ടാണെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ കരുക്കൾ നീക്കിയവർ തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് കള്ളനെ വിട്ടത്. ആന്റണിയുടെ കണ്ണുകളിൽ തീപ്പൊരി പാറി. പക്ഷെ അവർക്കൊരു തെറ്റ് പറ്റി. എന്താ തെറ്റ് സാർ? ആ ഫയലിലെ പ്രധാനപ്പെട്ട ചില പേജുകളും ആ പെൺകുട്ടിയുടെ ഡയറിയിൽ നിന്നും കിട്ടിയ ചില നിർണായക വിവരങ്ങളും ഞാൻ കൊച്ചിയിൽ വെച്ച് തന്നെ എൻ്റെ പേഴ്സണൽ ഡയറിയിലേക്ക് പകർത്തി എഴുതിയിരുന്നു. ആ ഡയറി ഇപ്പോൾ എൻ്റെ പോക്കറ്റിലുണ്ട്. ആന്റണി തൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് നന്നായി സാർ. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സുകുമാരൻ്റെ മുഖത്ത് ആവേശം നിറഞ്ഞു. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഇന്നലെ രാത്രി എൻ്റെ ക്വാർട്ടേഴ്സിൽ കയറിയ ആ കള്ളനെയാണ്. അവനൊരു പ്രൊഫഷണൽ മോഷ്ടാവല്ല. കാരണം ഒരു സാധാരണ കള്ളൻ ഒരു DYSPയുടെ വീട്ടിൽ കയറിയാൽ മേശപ്പുറത്തിരിക്കുന്ന ലാപ്ടോപ്പോ പണമോ തൊടാതെ പോകില്ല. അവൻ വന്നത് ഉറപ്പാണ് ആ ഫയലിന് വേണ്ടി മാത്രമാണ്. അവന് ഈ വീടിൻ്റെ വഴികളും ജനലുകളുടെ സ്ഥാനവും കൃത്യമായി അറിയാം. അതിനർത്ഥം അവൻ ഈ സ്റ്റേഷനുമായി ബന്ധമുള്ള ആരോ ആണ്. അല്ലെങ്കിൽ ഈ സ്റ്റേഷനിലുള്ള ആരെങ്കിലും അവനെ സഹായിച്ചിട്ടുണ്ട്. ആന്റണി എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. സ്റ്റേഷന്റെ പുറത്ത് കോൺസ്റ്റബിൾമാർ നിൽക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ സദാനന്ദൻ ആരോടും ഫോണിൽ അതീവ ഗൗരവത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സുകുമാരൻ, തൽക്കാലം നമ്മൾ ഈ കേസ് ഔദ്യോഗികമായി അന്വേഷിക്കുന്നില്ല. നീ ഇന്ന് രാത്രിയോടെ ആ മോഷണം നടന്ന ജനലിന്റെ ചില്ല് മാറ്റണം. ആരോടും ഒന്നും പറയരുത്. ഞാനിന്ന് വൈകുന്നേരം ഈ നാട്ടിലെ പ്രമുഖനായ ആ വർമ്മ മുതലാളിയെ ഒന്ന് പോയി കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. മേലേപ്പാറയിലെ കളികൾ ഇനി നമ്മുടെ രീതിയിലായിരിക്കും. ആന്റണി തോമസ് തൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം മേലേപ്പാറയുടെ മുകളിലേക്ക് വീണ്ടും കറുത്ത മഞ്ഞ് പെയ്തിറങ്ങാൻ തുടങ്ങിയിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിട്ടുള്ള ശാന്തതയായിരുന്നു അത്. മേലേപ്പാറയിലെ മലനിരകളെ ആകെ വിഴുങ്ങിക്കൊണ്ട് വൈകുന്നേരത്തോടെ കനത്ത മൂടൽമഞ്ഞ് പെയ്തിറങ്ങിയിരുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള തേയിലച്ചെടികൾ ആ മഞ്ഞിൽ മുങ്ങി നിന്നു. കറുത്ത ടാറ്റ സഫാരി കാർ മലയോര പാതയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. സാർ, ഇതാണ് വർമ്മ മുതലാളിയുടെ ബംഗ്ലാവിലേക്കുള്ള വഴി. സ്റ്റീരിംഗ് തിരിക്കുമ്പോൾ സുകുമാരൻ ഇടത്തോട്ട് വെട്ടിത്തിരിയുന്ന വലിയൊരു മൺവഴി ചൂണ്ടിക്കാണിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലും ഭീമാകാരമായ പൈൻ മരങ്ങൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. വഴി അവസാനിച്ചത് ഒരു വലിയ ഇരുമ്പ് ഗേറ്റിന്റെ മുന്നിലാണ്. ഗേറ്റിൽ വർമാസ് എസ്റ്റേറ്റ് എന്ന് പിത്തള അക്ഷരങ്ങളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. കാറിന്റെ സൈറൻ കേട്ടതും സെക്യൂരിറ്റി ജീവനക്കാർ ഓടി വന്ന് ഗേറ്റ് തുറന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വലിയൊരു തോട്ടവും അതിന് നടുവിൽ
ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ഒരു പഴയ ഡച്ച് ബംഗ്ലാവുമാണ് ആന്റണി കണ്ടത്. വണ്ടി പോർച്ചിൽ വന്ന് നിന്നു. ആന്റണി കാറിൽ നിന്നിറങ്ങി. തൻ്റെ തുകൽ ബൂട്ടിന്റെ ശബ്ദം ആ വലിയ പോർച്ചിൽ പ്രതിധ്വനിച്ചു. വരൂ മിസ്റ്റർ ആന്റണി, ഞാൻ നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ആ വീടിന്റെ ആഡംബര കസാരയിലിരുന്ന് ഒരു വൃദ്ധൻ എഴുന്നേറ്റു. വെള്ള മുണ്ടും ജുബ്ബയും ധരിച്ച് നരച്ച താടിയും കൂർത്ത കണ്ണുകളുമുള്ള ഹരിശങ്കർ വർമ്മ. മേലേപ്പാറയിലെ 100 കണക്കിന് ഏക്കർ തേയിലത്തോട്ടങ്ങളുടെ ഉടമ. രാഷ്ട്രീയക്കാരുടെയും പോലീസിലെ ഉന്നതരുടെയും മുറ്റത്തോഴൻ. നമസ്കാരം വർമ്മജി. ആന്റണി ഒട്ടും ഭാവഭേദമില്ലാതെ മുന്നോട്ട് നടന്നു. ഇരിക്കൂ DYSP സാറേ. പുതിയൊരു ഓഫീസർ ചാർജ് എടുത്താൽ സാധാരണ ഞാൻ സ്റ്റേഷനിലേക്ക് വരാറാണ് പതിവ്. പക്ഷെ പ്രായത്തിന്റെ അവശതകൾ കാരണം പുറത്തിറങ്ങാൻ വയ്യ. വർമ്മ തന്റെ കയ്യിലിരുന്ന വില കൂടിയ സിഗരറ്റ് പുകച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഒരു അധികാരഭാവം പ്രകടമായിരുന്നു. ഒരു ജോലിക്കാരൻ അവർക്കായി ചൂടുള്ള ചായ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഞാൻ വന്നത് വെറുതെ ഒരു സൗഹൃദ സന്ദർശനമല്ല വർമ്മജി. ഈ നാട്ടിലെ ചില പഴയ കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നതാണ്. ചായക്കപ്പിലേക്ക് കൈനീട്ടാതെ ആന്റണി നേരെ വിഷയത്തിലേക്ക് കടന്നു. പഴയ കാര്യങ്ങളും? എന്ത് കാര്യങ്ങൾ? വർമ്മയുടെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. 5 വർഷം മുമ്പ് ഈ എസ്റ്റേറ്റിന്റെ അതിർത്തിയിൽ വെച്ച് കൊല്ലപ്പെട്ട അഞ്ജലി എന്ന പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? കേസ് നമ്പർ 18/2021. ആ പേര് കേട്ടതും വർമ്മയുടെ സിഗരറ്റ് പിടിച്ചിരുന്ന കൈവിരലുകൾ ഒരു നിമിഷം നിശ്ചലമായി. എന്നാൽ അടുത്ത നിമിഷം അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു. ഓഹോ, ആ പഴയ കേസ്. അതൊരു ആത്മഹത്യയായിരുന്നല്ലോ ആന്റണി. ഒരു പാവപ്പെട്ട തോട്ടം തൊഴിലാളിയുടെ മകൾ എന്തോ പ്രേമനൈരാശ്യം കാരണം എസ്റ്റേറ്റിലെ താഴ്വരയിൽ പോയി വിഷം കഴിച്ച് മരിച്ചു. അന്നത്തെ പോലീസ് അത് കൃത്യമായി അന്വേഷിച്ച് ഫയൽ ക്ലോസ് ചെയ്തതാണല്ലോ. അവൾ വിഷം കഴിച്ചതല്ല വർമ്മജി, അവളെ ബലമായി വിഷം കഴിപ്പിച്ചതാണ്. അതിനു മുമ്പ് അവൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മാറ്റി എഴുതാൻ അന്നത്തെ ലോക്കൽ പോലീസിന് നല്ലൊരു തുക കൈക്കൂലി കിട്ടിയിട്ടുമുണ്ട്. കൊച്ചിയിൽ വെച്ച് ആ കേസിന്റെ യഥാർത്ഥ ഡയറി എന്റെ കയ്യിൽ കിട്ടിയിരുന്നു. ആന്റണി വർമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ചാർജ് എടുത്ത അന്ന് രാത്രി തന്നെ എന്റെ ക്വാർട്ടേഴ്സിൽ ഒരു കള്ളൻ കയറി. അവൻ എന്റെ വീട്ടിലെ പണമോ സ്വർണമോ തൊട്ടില്ല. പകരം ആ കറുത്ത ഫയൽ മാത്രം മോഷ്ടിച്ചു കൊണ്ടുപോയി. വർമ്മയുടെ മുഖത്തെ ഭാവങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ ക്രൂരമായി തോന്നിപ്പിച്ചു. അപ്പോ ഫയൽ നഷ്ടപ്പെട്ടു, കഷ്ടമായി പോയി. അപ്പോൾ പിന്നെ കേസിന് ഇനി യാതൊരു തെളിവുമില്ലല്ലോ മിസ്റ്റർ ആന്റണി. ഇല്ലാത്തൊരു കേസിന്റെ പുറകെ നടന്ന് ഈ തണുപ്പത്ത് വെറുതെ പനിയും പിടിച്ച് കിടക്കണോ? ഫയൽ പോയെങ്കിലും ആ ഫയലിലെ വിവരങ്ങൾ മുഴുവനും എന്റെ തലച്ചോറിലുണ്ട് വർമ്മജി. ആന്റണി കസാരയിൽ നിന്നും എഴുന്നേറ്റു. അഞ്ജലി മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എഴുതിയ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിലെ അവസാന പേജിൽ ഒരു പേരുണ്ടായിരുന്നു. ഈ മേലേപ്പാറയിലെ ഒരു പ്രമുഖന്റെ മകന്റെ പേര്. വർമ്മയുടെ മുഖത്തെ രക്തയോട്ടം നിലച്ചതുപോലെയായി. അദ്ദേഹത്തിന്റെ മകൻ രാഹുൽ വർമ്മ നിലവിൽ വിദേശത്താണ് ബിസിനസ് ചെയ്യുന്നത്. അഞ്ജലിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് അവൻ നാട് വിട്ടത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ആന്റണി തോമസ്? വർമ്മയുടെ ശബ്ദം കനത്തു. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാർക്ക് ഞാൻ പറയുന്നത് കേട്ടായിരുന്നു ശീലം. ആ ശീലം ഇനി അങ്ങോട്ട് മാറ്റിക്കോ വർമ്മജി. ഞാൻ കള്ളനെ പിടിക്കാൻ ഇറങ്ങിയാൽ അവൻ എത്ര വലിയ മാളത്തിൽ വിളിച്ചാലും പുറത്തെടുക്കും. നിങ്ങളുടെ വീട്ടിലെ കള്ളൻ ഇന്നലെ എൻ്റെ ക്വാർട്ടേഴ്സിൽ കയറിയപ്പോൾ ചില തെളിവുകൾ അവിടെ ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് അധികം വൈകാതെ നമ്മൾ വീണ്ടും കാണും. തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് ആന്റണി തിരിഞ്ഞു നടന്നു. പോർച്ചിലേക്ക് നടക്കുമ്പോൾ വർമ്മയുടെ ബംഗ്ലാവിന്റെ മുകളിലത്തെ നിലയിലെ ഒരു ജനൽപ്പാളി ചെറുതായി നീങ്ങുന്നതും അവിടുന്ന് ഒരു ജോലിക്കാരൻ തന്നെ സൂക്ഷിച്ചു നോക്കുന്നതും ആന്റണി ശ്രദ്ധിച്ചു. കാറിൽ കയറിയിരുന്നതും ആന്റണി സുകുമാരനോട് പറഞ്ഞു. സുകുമാരൻ, വണ്ടി വേഗം വിട്ടോ. ആ ബംഗ്ലാവിന്റെ മുകളിൽ നിൽക്കുന്ന ഒരുത്തനെ കണ്ടോ? അവൻ തന്നെയാണ് ഇന്നലെ രാത്രി നമ്മുടെ ക്വാർട്ടേഴ്സിൽ വന്നത്. അവൻ വർമ്മയുടെ ഒരു വിശ്വസ്തനായ ഗുണ്ടയാകാനാണ് സാധ്യത. നമുക്കവൻ ഇപ്പോൾ തന്നെ പൊക്കിയാലോ സാറേ? സുകുമാരൻ ചോദിച്ചു. വേണ്ടാന്നേ, അവനെ പിടിച്ചാൽ വർമ്മ ഉന്നത സ്വാധീനം വെച്ച് ജാമ്യത്തിലിറക്കും. നമുക്ക് ശക്തമായ തെളിവ് വേണം. അഞ്ജലി വധക്കേസിലെ ഒരേ ഒരു ജീവനുള്ള സാക്ഷി ഈ നാട്ടിലുണ്ട്. അഞ്ജലിയുടെ കൂട്ടുകാരിയായിരുന്ന ശാലിനി. അവളിപ്പോൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. അവൾക്ക് മാത്രമേ ഇന്നലെ മോഷണം പോയ ഫയലിലെ വിട്ടുപോയ കണ്ണികളെ കുറിച്ച് പറയാൻ കഴിയും. കാർ എസ്റ്റേറ്റിന്റെ ഗേറ്റ് കടന്ന് പ്രധാന റോഡിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് ആന്റണിയുടെ ഫോൺ ശബ്ദിച്ചു. ഒരു അജ്ഞാത നമ്പറായിരുന്നു അത്. ആന്റണി ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, DYSP ആന്റണിയാണ്. മറുതലയ്ക്കൽ കനത്ത ശ്വാസമെടുക്കുന്ന ഒരു ശബ്ദം മാത്രം. പിന്നീട് ആ ശബ്ദം പതുക്കെ സംസാരിച്ചു. ആന്റണി സാറേ, നിങ്ങൾ പഴയ കേസ് അന്വേഷിക്കുന്നത് നിർത്തിക്കോളൂ. ഇല്ലെങ്കിൽ ഇന്നലെ നിങ്ങളുടെ ഫയൽ മാത്രമാണ് പോയതെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ ജീവനായിരിക്കും പോകുന്നത്. മേലേപ്പാറയിൽ നിന്നും ജീവനോടെ മടങ്ങണമെങ്കിൽ വർമ്മ മുതലാളിയോട് കളിക്കരുത്. ഫോൺ പെട്ടെന്ന് കട്ടായി. ആന്റണി ഫോണിലേക്ക് നോക്കി ദേഷ്യത്തോടെ പല്ലെറിഞ്ഞു. ഭീഷണികൾ അദ്ദേഹത്തിന് പുതിയതൊന്നും ആയിരുന്നില്ല. എന്നാൽ ആ ശബ്ദം എവിടെയോ കേട്ടുപഴകിയ ഒന്നാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പോലീസുകാരുടെ സംസാരിക്കുന്ന ശൈലിയുമായി അതിന് സാമ്യമുണ്ടായിരുന്നു. സുകുമാരൻ, വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട്. ശത്രു പുറത്തല്ല, നമുക്കിടയിൽ തന്നെയാണ്. മേലേപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. പുറത്ത് കാറ്റിന്റെ വേഗത കൂടിയിട്ടുണ്ട്. ഒപ്പം തണുത്ത ചാറ്റൽ മഴയും പെയ്യുന്നു. സ്റ്റേഷൻ വരാന്തയിലെ മങ്ങിയ ലൈറ്റിന്റെ വെളിച്ചത്തിൽ കോൺസ്റ്റബിൾമാർ പെട്രോളിംഗ് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആന്റണി തന്റെ മുറിയിലേക്ക് കയറി തൊപ്പി മേശപ്പുറത്ത് വെച്ചു.
മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ വന്ന ആ ഭീഷണി സന്ദേശം അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ആ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. തീർച്ചയായും അതൊരു പോലീസുകാരന്റെ സംസാരിക്കുന്ന ശൈലിയാണ്. വയർലെസ് സെറ്റിലൂടെ സംസാരിച്ച് ശീലിച്ച ഒരാളുടെ ടോൺ. ആന്റണി ചിന്തിച്ചു. അദ്ദേഹം മേശപ്പുറത്തിരുന്ന് വെല്ലമർത്തി. സബ് ഇൻസ്പെക്ടർ സദാനന്ദൻ വേഗത്തിൽ മുറിക്കുള്ളിലേക്ക് കയറി വന്നു. മുഖത്ത് എപ്പോഴത്തെയും പോലെയുള്ള വിനീത ഭാവം തന്നെയുണ്ട്. സാർ, എസ്റ്റേറ്റ് വരെ പോയോ? കാര്യം എങ്ങനെ? വർമ്മ മുതലാളിയെ കണ്ടോ? സദാനന്ദൻ വളരെ സ്വാഭാവികമായി ചോദിച്ചു. കണ്ടു സദാനന്ദ. പഴയ ചില കണക്കുകൾ ഓർമ്മിപ്പിച്ചു. പക്ഷെ അതല്ല കാര്യം. ആന്റണി സദാനന്ദന്റെ കണ്ണുകളിലേക്ക് കൃത്യമായി നോക്കി. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വിവരം വേണം. 5 വർഷം മുമ്പ് കൊല്ലപ്പെട്ട അഞ്ജലിയില്ലേ? അവളുടെ കൂടെ പഠിച്ചിരുന്ന ശാലിനി എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവളിപ്പോൾ എവിടെയുണ്ട്? നാട്ടിലുണ്ടോ? ശാലിനി എന്ന പേര് കേട്ടതും സദാനന്ദൻ ഒരു നിമിഷം അസ്വസ്ഥനായി. അദ്ദേഹം നോട്ടം മാറ്റി. ഫയലുകൾക്കിടയിലൂടെ കൈകൾ ചലിപ്പിച്ചു. അത് സാർ, ശാലിനിയോ? ആ പെൺകുട്ടി അഞ്ജലിയുടെ മരണത്തിന് ശേഷം പഠിത്തം നിർത്തി ഈ നാട് വിട്ടു പോയതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്തിനാ സാർ ഇപ്പോൾ അവരെ തിരയുന്നത്? അവൾ നാട് വിട്ടതല്ല സദാനന്ദ, അവളെ ഈ നാട്ടിൽ നിന്നും ബലമായി ഓടിച്ചതാണ്. ആന്റണി കസാരയിൽ മുന്നോട്ട് ആഞ്ഞിരുന്നു. അഞ്ജലിയുടെ മരണത്തിലെ ഒരേ ഒരു പ്രധാന സാക്ഷി അവളാണ്. അവൾ എവിടെയുണ്ടെന്ന് നാളെ രാവിലേക്കുള്ളിൽ എനിക്കറിയണം. ലോക്കൽ ഇൻഫോർമേഴ്സിനെ വിട്ട് അന്വേഷിക്കേ. ശരി സാർ, ഞാൻ നോക്കാം. സദാനന്ദൻ സെല്യൂട്ടടിച്ച് പുറത്തേക്ക് നടന്നു. സദാനന്ദൻ പുറത്തിറങ്ങിയ ഉടനെ ആന്റണി വിശ്വസ്തനായ സുകുമാരനെ ഉള്ളിലേക്ക് വിളിച്ചു. സുകുമാരൻ, സദാനന്ദന്റെ പുറകെ ഒരു കണ്ണ് വേണം. ഞാൻ ശാലിനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാളുടെ മുഖത്ത് കണ്ട ഭാവം ശരിയല്ല. അയാളിപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ആരോടാണ് ഫോൺ വിളിക്കുന്നതെന്ന് രഹസ്യമായി ഒന്ന് നിരീക്ഷിക്കണം. സുകുമാരൻ തലയാട്ടി പുറത്തേക്ക് പോയി. അടുത്ത അരമണിക്കൂറിൽ ആന്റണി തന്റെ പോക്കറ്റിലിരുന്ന് ആ ചെറിയ ഡയറിയിലെ വിവരങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുകയായിരുന്നു. കൊച്ചിയിൽ വെച്ച് താൻ കുറിച്ചെടുത്ത വിവരങ്ങൾ പ്രകാരം അഞ്ജലി കൊല്ലപ്പെട്ട അന്ന് വൈകുന്നേരം അവളോടൊപ്പം അവസാനമായി കണ്ടത് ശാലിനിയായിരുന്നു. ശാലിനി കോടതിയിൽ മൊഴി നൽകിയാൽ വർമ്മയുടെ മകൻ രാഹുലിനെ കൊടുക്കാൻ പോലീസിന് എളുപ്പത്തിൽ കഴിയും. പെട്ടെന്ന് സുകുമാരൻ മുറിയിലേക്ക് ഓടിക്കയറി വന്നു. മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സാറ് വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യം. സദാനന്ദൻ സ്റ്റേഷന്റെ പുറകിലെ ഇരുട്ടിൽ പോയി നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പതുക്കെ പുറകിലോട് ചെന്ന് കേട്ടപ്പോൾ അയാൾ പറയുന്നത് വർമ്മ മുതലാളിയോടാണ്. അയാൾ എന്താണ് പറഞ്ഞത്? ആന്റണി ചോദിച്ചു. പുതിയ ഡിവൈഎസ്പി ശാലിനിയെ തിരയുന്നുണ്ട്. അവളെ ഇനിയും അവിടെ വെക്കുന്നത് അപകടമാണ്. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. മാറ്റണം എന്ന് പറഞ്ഞാൽ അവരവളെ എവിടെയോ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് സാറേ. ആന്റണിയുടെ കൈകൾ മേശപ്പുറത്ത് ശക്തമായി ഇടിച്ചു. ഞാൻ വിചാരിച്ചു സദാനന്ദൻ വർമ്മയുടെ ശമ്പളം പറ്റുന്ന ആളാണ്. അപ്പോൾ ശാലിനി ഈ നാട് വിട്ടു പോയിട്ടില്ല. അവളെ ഇവർ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. സുകുമാരൻ, സദാനന്ദൻ ആർക്കാണ് ഫോൺ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ സമയം കളയരുത്. സദാനന്ദൻ അറിയാതെ നമ്മൾ ഇപ്പോഴത്തെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം. ആന്റണി ഒട്ടും വൈകിപ്പിക്കാതെ തന്റെ കൊച്ചിയിലെ സൈബർ സെൽ സുഹൃത്തായ ഇൻസ്പെക്ടർ ഫൈസലിനെ വിളിച്ചു. സദാനന്ദന്റെ ഒഫീഷ്യൽ നമ്പറും പേഴ്സണൽ നമ്പറും നൽകി. കഴിഞ്ഞ ഒരു മണിക്കൂറിന്റെ ഇടയിൽ ആ നമ്പറുകളിലേക്ക് വന്നതും പോയതുമായ കോളുകളുടെ ലൊക്കേഷൻ ടവറുകൾ പരിശോധിക്കാൻ പറഞ്ഞു. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫൈസലിന്റെ മറുപടി വന്നു. സദാനന്ദൻ വിളിച്ച നമ്പർ ഹരിശങ്കർ വർമ്മയുടേത് തന്നെയാണ്. എന്നാൽ അതിലുപരി ആ നമ്പറിന്റെ അവസാനത്തെ ലൊക്കേഷൻ കാണിക്കുന്നത് മേലേപ്പാറയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കരിമലക്കാട് എന്ന വിജനമായ കാട്ടുപ്രദേശത്തെ ഒരു ടവർ പരിധിയിലാണ്. കരിമലക്കാട്, ആന്റണി ആലോചിച്ചു. അവിടെ ജനവാസമില്ലാത്തൊരു പഴയ ലേബർ ക്വാർട്ടേഴ്സ് ഉണ്ട്. സുകുമാരൻ ശാലിനിയെ അവിടെയായിരിക്കും പാർപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെ സദാനന്ദൻ അവളെ അവിടെ നിന്ന് മാറ്റാൻ പ്ലാൻ ചെയ്യും. അതിനു മുമ്പ് ഇന്ന് രാത്രി തന്നെ നമ്മൾ അവിടെ എത്തണം. നമുക്ക് സ്റ്റേഷനിലെ ബാക്കി ഫോഴ്സിനെ കൂട്ടണോ സാറേ? സുകുമാരൻ ചോദിച്ചു. വേണ്ട, സ്റ്റേഷനിൽ ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. നീയും ഞാനും മാത്രം മതി. ജീപ്പ് എടുക്കണ്ട. കള്ളന്മാർ നമ്മൾ വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കും. ഇവിടെയുള്ള ബൈക്ക് ഉണ്ടല്ലോ, അതെടുക്കാം. ലൈറ്റുകൾ ഇടാതെ വേണം കാട്ടിലേക്ക് കയറാൻ. രാത്രി 11 മണി. മഴ കനത്ത് പെയ്യുകയായിരുന്നു. കരിമലക്കാട്ടിലേക്കുള്ള കാട്ടുവഴി പൂർണ്ണമായും ചെളി നിറഞ്ഞു കിടക്കുന്നു. സുകുമാരൻ ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് അണച്ചു. ക്ലച്ച് പിടിച്ച വണ്ടി സാവധാനം മുന്നോട്ട് ഉരുട്ടിക്കൊണ്ടുപോയി. ആന്റണി പുറകിലിരുന്ന് ഇരുട്ടിലേക്ക് കണ്ണുകൾ നട്ടു. തണുത്ത കാറ്റും മരങ്ങളിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികളും അവരുടെ ശരീരത്തെ തണുത്തുറപ്പിച്ചു. ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ദൂരെ കാടിന്റെ നടുവിൽ തകർന്നു വീഴാറായ ഒരു പഴയ കെട്ടിടം കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിച്ചിരുന്ന ഒരു ലൈൻ ക്വാർട്ടേഴ്സ്. അതിന്റെ ഒരു മുറിയിൽ മാത്രം ചെറിയൊരു മെഴുകുതിരി വെളിച്ചം കാണാമായിരുന്നു. പുറത്തൊരു മോട്ടോർ സൈക്കിൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആന്റണിയും സുകുമാരനും ബൈക്ക് ദൂരെ ഒരു കാട്ടുമരത്തിന്റെ മറവിൽ ഒതുക്കി വെച്ചു. ആന്റണി തന്റെ അരയിൽ നിന്നും സർവീസ് റിവോൾവർ പുറത്തെടുത്തു. അവർ രണ്ടുപേരും യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ കെട്ടിടത്തിന്റെ അരികിലേക്ക് നീങ്ങി. ജനൽപ്പാളിയുടെ വിടവിലൂടെ ആന്റണി ഉള്ളിലേക്ക് നോക്കി. മുറിക്കുള്ളിൽ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഭയം കൊണ്ട് അവളുടെ മുഖം വിളറിയിരുന്നു. വസ്ത്രങ്ങൾ അഴുക്കു പുരണ്ടതായിരുന്നു. അത് ശാലിനി തന്നെയായിരുന്നു. അവൾക്ക് മുന്നിൽ 2 ഗുണ്ടകൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരാൾ കയ്യിൽ മൂർച്ചയുള്ള ഒരു കത്തി തിരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. തടിച്ച ശരീരമുള്ള കറുത്ത റെയിൻകോട്ട് ധരിച്ച മനുഷ്യൻ മറ്റാരുമല്ലായിരുന്നു. അന്ന് വൈകുന്നേരം വർമ്മയുടെ ബംഗ്ലാവിന്റെ മുകളിൽ
ആന്റണി കണ്ട അതേ ജോലിക്കാരൻ, തൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നും ഫയൽ മോഷ്ടിച്ച കള്ളൻ. എടാ ശെൽവ, മുതലാളി വിളിച്ചിരുന്നു, കറുത്ത റെയിൻകോട്ടുകാരൻ പറഞ്ഞു. ആ പുതിയ DYSP പെണ്ണ് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് നടക്കുകയാണത്രേ. നാളെ വെളുപ്പിന് 5 മണിക്ക് സദാനന്ദൻ സാറ് കോൺടാക്ട് ചെയ്യും. ഇവളെ അതിർത്തി കടത്തി തമിഴ്നാട്ടിലേക്ക് മാറ്റണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ ശല്യം ഉണ്ടാകില്ല. അതുവരെ ഇവൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ശെൽവൻ എന്ന മറ്റേ ഗുണ്ട ശാലിനിയെ നോക്കി അട്ടഹസിച്ചു. ശാലിനി പേടിയോടെ കണ്ണുകൾ അടച്ചു. പുറത്തുനിന്ന് ആന്റണിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അദ്ദേഹം സുകുമാരനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സുകുമാരൻ പുറകിലെ വാതിലിന് നേരെ നീങ്ങി. ആന്റണി ഒരു നിമിഷം പോലും കളയാതെ മുൻവാതിൽ ലക്ഷ്യമാക്കി ഒരൊറ്റ ചവിട്ട്. ദ്രവിച്ച തടിയുടെ വാതിൽ വൻ ശബ്ദത്തോടെ തകർന്നു വീണു. പോലീസ്, കൈകൾ ഉയർത്ത്! ആന്റണിയുടെ ഗർജനം ആ മുറിയിൽ മുഴങ്ങി. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഗുണ്ടകൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. കറുത്ത റെയിൻകോട്ട് ധരിച്ചവൻ മേശപ്പുറത്തിരുന്ന നാടൻ തോക്കിലേക്ക് കൈനീട്ടി. എന്നാൽ ആന്റണി ഒട്ടും ദയ കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ റിവോൾവറിൽ നിന്നും ആദ്യത്തെ വെടിയുണ്ട പാഞ്ഞുപോയി. വെടിയുണ്ട കറുത്ത റെയിൻകോട്ടുകാരന്റെ കൈത്തണ്ട തുളച്ച് കടന്നുപോയി. തോക്ക് നിലത്ത് വീണു. അവൻ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് മറിഞ്ഞു. ഇത് കണ്ട ഭയന്ന ശെൽവൻ കത്തിയുമായി ആന്റണിക്ക് നേരെ പാഞ്ഞു വന്നു. എന്നാൽ പുറകിലൂടെ വന്ന സുകുമാരൻ ഒരു വലിയ തടിക്കഷ്ണം കൊണ്ട് അവന്റെ തലക്കടിച്ചു. ശെൽവൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു. ആന്റണി വേഗത്തിൽ ശാലിനിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റി. പേടിക്കണ്ട മോളെ, ഞാൻ DYSP ആന്റണിയാണ്, നിന്നെ രക്ഷിക്കാൻ വന്നതാ. ശാലിനി ആന്റണിയുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സാറേ, അവരെന്നെ കൊല്ലും. അഞ്ജലിയെ അവർ കൊന്നതാണ് സാറേ. വർമ്മയുടെ മകൻ രാഹുലും കൂട്ടരും ചേർന്നാണ് അവളെ. എനിക്കറിയാം മോളെ, നീ സുരക്ഷിതയാണ്. ആന്റണി അവളെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് നിലത്ത് ചോരയൊലിപ്പിച്ച് കിടന്ന കറുത്ത റെയിൻകോട്ടുകാരൻ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അവൻ ചോര തുപ്പിക്കൊണ്ട് ആന്റണിയെ നോക്കി പറഞ്ഞു, നീ തോറ്റുപോയി ആന്റണി തോമസ്. നീ ഇവളെ രക്ഷിച്ചെന്ന് വിചാരിക്കണ്ട. നീ ഈ കാട്ടിൽ നിന്നും പുറത്തിറങ്ങില്ല. അവൻ പറഞ്ഞു തീർന്നതും ദൂരെ കാട്ടുവഴിയിലൂടെ 3-4 വണ്ടികൾ അമിത വേഗത്തിൽ പാഞ്ഞു വരുന്നതിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം ജനലിലൂടെ ആന്റണിയുടെ കണ്ണിൽപ്പെട്ടു. വലിയൊരു ഗുണ്ടാസംഘം ആ കെട്ടിടം വളയാൻ വരികയാണ്. കനത്ത മഞ്ഞിലും മഴയിലും ആ വെളിച്ചം പ്രേതാലയത്തിലെ നിഴല് പോലെ ചുവരുകളിൽ നൃത്തം വെച്ചു. 3-4 ജീപ്പുകൾ ആ കെട്ടിടത്തിന്റെ മുന്നിൽ വന്ന് ബ്രേക്കിടുന്ന ശബ്ദം കേട്ടു. വണ്ടികളുടെ ഡോറുകൾ തുറക്കപ്പെടുന്നതും നിരവധി ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതുമായ ബഹളങ്ങൾ പുറത്താരംഭിച്ചു. തറയിൽ ചോരയൊലിപ്പിച്ച് കിടന്ന കറുത്ത റെയിൻകോട്ടുകാരൻ ക്രൂരമായി വീണ്ടും ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആന്റണി തോമസ്, നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകില്ല. തങ്കപ്പഞ്ചേട്ടനും പിള്ളേരും എത്തിക്കഴിഞ്ഞു. നിന്റെ ഈ തോക്കിലെ 6 വെടിയുണ്ടകൾ കൊണ്ട് അവന്മാരെ നീ എന്ത് ചെയ്യും? ആന്റണി അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. അവന്റെ ചോദ്യത്തിൽ കാര്യമുണ്ടായിരുന്നു. തന്റെ റിവോൾവറിൽ ഇനി 5 വെടിയുണ്ടകൾ മാത്രമാണുള്ളത്. പുറത്തു വന്നിറങ്ങിയിരിക്കുന്ന ഗുണ്ടകളുടെ എണ്ണം അതിലും കൂടുതലാണ്. സാറേ, നമ്മൾ കെണിയിൽപ്പെട്ടു. വണ്ടികൾ മുൻവശത്താണ് നിർത്തിയിരിക്കുന്നത്. അവരിങ്ങോട്ട് കയറാൻ തുടങ്ങുകയാണ്. ജനലിന്റെ അരികിൽ നിന്നും പുറത്തേക്ക് നോക്കിയ സുകുമാരന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശാലിനി ഭയം കൊണ്ട് വിറച്ച് ആന്റണിയുടെ പുറകിലേക്ക് ഒതുങ്ങി നിന്നു. അവളുടെ കണ്ണുകളിൽ മരണഭയമായിരുന്നു. സുകുമാരൻ, പേടിക്കണ്ട. നമ്മൾ ഭയന്നാൽ ശത്രുവിന് അതൊരു ലഹരിയാകും. നീ ശാലിനിയുടെ കൈകളിൽ പിടിക്കുക. ഈ കെട്ടിടത്തിന്റെ പുറകിലേക്ക് മാറാൻ വല്ല വഴിയുമുണ്ടോ? ആന്റണി ശാന്തനായി ചോദിച്ചു. ഉണ്ട് സാർ. ഈ ലെയിൻ ക്വാർട്ടേഴ്സിന്റെ അടുക്കള ഭാഗത്ത് നിന്നും തോട്ടത്തിലേക്ക് ഇറങ്ങാൻ ഒരു ചെറിയ വാതിലുണ്ട്. പക്ഷെ അതിലൂടെ പോയാൽ കരിമലക്കാടിന്റെ ഉൾഭാഗത്തേക്കാണ് ചെന്നെത്തുക. രാത്രിയിൽ അവിടെ വഴി തെറ്റാൻ സാധ്യത കൂടുതലാണ്, സുകുമാരൻ പറഞ്ഞു. വഴി തെറ്റിയാലും കുഴപ്പമില്ല. ഈ ചതിയന്മാരുടെ കൈകളിൽ പെടരുത്. നടക്ക്, ആന്റണി പറഞ്ഞു. പെട്ടെന്ന് മുൻവാതിലിന്റെ തകർന്ന ഭാഗത്തുകൂടെ ഒരു നാടൻ ബോംബ് മുറിക്കുള്ളിലേക്ക് വന്നു വീണു. മാറിക്കോ! ആന്റണി സുകുമാരനെയും ശാലിനിയെയും തറയിലേക്ക് വലിച്ചിട്ടു. ഭയാനകമായ ശബ്ദത്തോടെ ബോംബ് പൊട്ടിത്തെറിച്ചു. മുറിക്കുള്ളിലാകെ പുകയും കരിയും നിറഞ്ഞു. കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിച്ചു വീണു. തറയിൽ കിടന്നിരുന്ന കറുത്ത റെയിൻകോട്ടുകാരൻ ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തെറിച്ചുപോയി. പുകപടലങ്ങൾക്കിടയിലൂടെ 4-5 ഗുണ്ടകൾ മാരകായുധങ്ങളുമായി അകത്തേക്ക് ഓടിക്കയറി വന്നു. മുൻപിൽ നിന്നവന്റെ കയ്യിൽ വലിയൊരു കൊടുവാളുണ്ടായിരുന്നു. ആന്റണി ഒട്ടും സമയം കളയാതെ തറയിൽ നിന്നും എഴുന്നേറ്റ് അവന് നേരെ വെടിയുതിർത്തു. വെടിയേറ്റുകൊണ്ട നെഞ്ചും കൈയും പൊത്തി നിലവിളിച്ചുകൊണ്ട് പുറകോട്ട് മറിഞ്ഞു. ബാക്കിയുള്ളവർ ഒരു നിമിഷം പകച്ചു നിന്നു. ആ ഗ്യാപ്പിൽ ആന്റണി സുകുമാരനെയും ശാലിനിയെയും കൂട്ടി അടുക്കള ഭാഗത്തെ ചെറിയ തടിവാതിൽ ചവിട്ടി തുറന്ന് പുറത്തേക്ക് ചാടി. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു. മഴ ചെറുതായി പെയ്യുന്നുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന എസ്റ്റേറ്റ് കാടുകൾ. ആന്റണി തന്റെ കയ്യിലിരുന്ന ചെറിയ പോക്കറ്റ് ടോർച്ച് ഓൺ ചെയ്ത് മുന്നോട്ടുള്ള വഴി തെളിയിച്ചു. ചെളി നിറഞ്ഞ തോട്ടപ്പടവുകളിലൂടെ അവർ മുകളിലേക്ക് ഓടി. അവന്മാർ പുറകിലെ വാതിലൂടെ രക്ഷപ്പെട്ടു. വിടരുത്, അവന്മാരെ തീർക്കാൻ മുതലാളി പറഞ്ഞിട്ടുണ്ട്. പുറകിൽ നിന്നും ഗുണ്ടകളുടെ അട്ടഹാസങ്ങളും ടോർച്ച് വെളിച്ചങ്ങളും കാട്ടിലേക്ക് നീളുന്നത് അവർ കണ്ടു. വേട്ടനായ്ക്കളെ പോലെ അവർ പുറകെ തന്നെയുണ്ട്. മഴ പെയ്തു കുതിർന്ന മണ്ണിലൂടെ ശാലിനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പലതവണ തെന്നി വീണു. സുകുമാരൻ അവളെ താങ്ങി പിടിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. സാറേ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോയിക്കോളൂ. അവരെന്നെ കൊന്നോട്ടെ. എന്റെ കാരണം കൊണ്ട് സാറുമാരുടെ ജീവൻ കളയണ്ട, ശാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല മോളെ, ആന്റണി തോമസ് ഒരു കേസ് ഏറ്റെടുത്താൽ അതിലെ സാക്ഷിയെ മരിക്കാൻ വിട്ടുകൊടുക്കാറില്ല. അഞ്ജലിക്ക് നീതി വാങ്ങി നൽകണമെങ്കിൽ നീ ജീവനോടെ ഇരിക്കണം. ധൈര്യമായിരിക്കൂ.
ആന്റണി അവളുടെ തോളിൽ തട്ടി ആശ്വസിച്ചു. അവർ ഏകദേശം 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് ഓടിയെത്തിയപ്പോൾ മുന്നിലെ വഴി അവസാനിച്ചു. ഭീമാകാരമായ ഒരു പാറക്കെട്ടും അതിന് താഴെ ഇരുണ്ട ആഴമേറിയ ഒരു കൊക്കയുമായിരുന്നു. കരിമലക്കാട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ഡെഡ് എൻഡായിരുന്നു അത്. സാറേ, വഴി തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, സുകുമാരൻ വിയർത്തൊലിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും പുറകിൽ നിന്നും ടോർച്ച് വെളിച്ചങ്ങൾ അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. 10-12 പേരടങ്ങുന്ന ആയുധധാരികളായ ഗുണ്ടകൾ ആ പാറക്കെട്ടിന്റെ മുന്നിലേക്ക് നടന്നു വന്നു. അവരുടെ മുമ്പിൽ വലിയൊരു വേട്ടക്കത്തിയുമായി നിന്നത് തങ്കപ്പനായിരുന്നു. അതായത് വർമ്മയുടെ പ്രധാന കൊട്ടേഷൻ തലവൻ. DYSP സാറേ, കളി അവസാനിച്ചു, തങ്കപ്പൻ ക്രൂരമായി ചിരിച്ചു. ഇത് കൊച്ചി നഗരമല്ല, നിയമവും കോടതിയും ഒന്നും ഈ കാട്ടിൽ പ്രവർത്തിക്കില്ല. ആ പെണ്ണിനെ ഞങ്ങൾക്ക് വിട്ടുതന്ന് സാർ ഡ്രൈവറും കൈയും കെട്ടി തിരിച്ചു പോയിക്കോളൂ. ഇല്ലെങ്കിൽ ഈ കൊക്കയിലേക്ക് 2 പോലീസുകാരുടെ ശവങ്ങൾ കൂടി വീഴും. നാളെ രാവിലെ നാട്ടുകാർ വിചാരിക്കും കനത്ത മഞ്ഞിൽ വഴിതെറ്റി DYSP സാറും സംഘവും കൊക്കയിൽ വീണ് മരിച്ചതാണെന്ന്. ഗുണ്ടകൾ ഓരോ ചൂടായി മുന്നോട്ട് വെച്ചു. ആന്റണി തന്റെ റിവോൾവർ അവർക്ക് നേരെ ചൂണ്ടി. അതിൽ ഇനി 4 വെടിയുണ്ടകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും നേരിടുക അസാധ്യമാണ്. പക്ഷേ ആന്റണിയുടെ മുഖത്ത് ഭയത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. തങ്കപ്പൻ സാറേ, നീ പറഞ്ഞതൊരു പരിധിവരെ ശരിയാണ്. ഈ കാട്ടിൽ നിയമം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കാടിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്, ആന്റണി പറഞ്ഞു. എന്താടാ, നീ തമാശ പറയുന്നോ? തങ്കപ്പൻ ദേഷ്യത്തോടെ മുന്നോട്ടാഞ്ഞു. തമാശയല്ല. ആന്റണി തന്റെ റിവോൾവർ പെട്ടെന്ന് ഗുണ്ടകൾക്ക് നേരെ മാറ്റിവെച്ച് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് ആ കാട്ടുമരങ്ങളുടെ ഇടയിലെ ഇരുട്ടിലേക്ക് ചൂണ്ടി 2 തവണ വെടിയുകൊടുത്തു. വെടിയുണ്ടകൾ പാഞ്ഞു പോയത് ആ പാറക്കെട്ടിന്റെ തൊട്ടു മുകളിലുള്ള വലിയൊരു തേനീച്ച കൂട്ടിലേക്കും ഒപ്പം അവിടെ കെട്ടിപ്പടുത്തിരുന്ന പഴയൊരു മൺതിട്ടയിലേക്കുമായിരുന്നു. മലയോരത്തെ ആനകൾ നിരന്തരം വന്നിരിക്കുന്ന ഒരു വലിയ ചെളിത്തട്ടായിരുന്നു അത്. വെടിയേറ്റ ആഘാതത്തിൽ ആ മൺതിട്ട വലിയൊരു ശബ്ദത്തോടെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഒപ്പം ദേഷ്യം വന്ന 10,000-കണക്കിന് കാട്ടുതേനീച്ചകൾ ആ വെളിച്ചത്തിന്റെ നേരെ പാഞ്ഞു വന്നു. അയ്യോ തേനീച്ച, ഓടിക്കോ! ഗുണ്ടകളുടെ ഇടയിൽ പെട്ടെന്ന് വലിയ ഭീതി പടർന്നു. മൺതിട്ട ഇടിഞ്ഞു വീണതോടെ പകുതിയോളം ഗുണ്ടകൾ അതിന്റെ അടിയിൽപ്പെട്ടു. ബാക്കിയുള്ളവരെ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ തുടങ്ങി. തങ്കപ്പനും സംഘവും ആയുധങ്ങൾ താഴെയിട്ട് ജീവനും കൊണ്ട് തിരിഞ്ഞോടി. കാടാകി അവരുടെ നിലവിളികൾ കൊണ്ട് വിറകൊണ്ടു. സുകുമാരൻ, ഇതാണ് സമയം. വാതിലടഞ്ഞ വഴിയിലൂടെയല്ല, ശത്രുവിന്റെ വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. ഓടിക്കോ! ആന്റണി ശാലിനിയെയും കൂട്ടി ഗുണ്ടകൾ ഓടി വന്ന അതേ വഴിയിലൂടെ തിരികെ ഓടി. മിനിറ്റുകൾക്കുള്ളിൽ അവർ ആ പഴയ ലൈൻ ക്വാർട്ടേഴ്സിന്റെ മുന്നിലെത്തി. അവിടെ ഗുണ്ടകൾ ഉപേക്ഷിച്ചു പോയ ഒരു ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത നിലയിൽ കിടപ്പുണ്ടായിരുന്നു. സുകുമാരൻ, വണ്ടി കയറി, ബൈക്ക് അവിടെ ഇരിക്കട്ടെ, ആന്റണി ഒച്ചയുണ്ടാക്കി. സുകുമാരൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടിക്കയറി. ആന്റണിയും ശാലിനിയും പുറകിലും കയറി. ജീപ്പ് അമിത വേഗത്തിൽ മേലേപ്പാറ ടൗൺ ലക്ഷ്യമാക്കി പാഞ്ഞു. പുലർച്ചെ 4:30 മണിയോടെ ജീപ്പ് മേലേപ്പാറ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് ബ്രേക്കിട്ടു. സ്റ്റേഷൻ വരാന്തയിൽ ഒരു കട്ടൻ ചായയും കുടിച്ച് വർമ്മ മുതലാളിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ശുഭമായി അവസാനിച്ചു എന്ന് പറയാൻ ഫോൺ കയ്യിലെടുത്ത സബ് ഇൻസ്പെക്ടർ സദാനന്ദൻ ജീപ്പിന്റെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ജീപ്പിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ചോരയും ചെളിയും പുരണ്ട യൂണിഫോമുമായി DYSP ആന്റണി തോമസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുറകിലായി സുകുമാരനും സുരക്ഷിതമായി ശാലിനിയും ഇറങ്ങി വരുന്നത് കണ്ട് സദാനന്ദന്റെ കയ്യിലിരുന്ന ചായക്കപ്പ് തറയിൽ വീണ് തകർന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ചോരയൊലിപ്പ് പാടെ നിലച്ചു. ആന്റണി നേരെ സദാനന്ദന്റെ അരികിലേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന ഒരു ശാന്തതയുണ്ടായിരുന്നു. എന്താ സദാനന്ദ, മുഖം വല്ലാതെ കറുത്തുപോയല്ലോ? ഈ വെളുപ്പാങ്കാലത്ത് എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലാലേ? ആന്റണി ചോദിച്ചു. സാർ, അത് നിങ്ങൾ കരിമലക്കാട്ടിൽ. സദാനന്ദൻ വിക്കുവാൻ തുടങ്ങി. ആന്റണി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തന്റെ വലത് കൈ ഓങ്ങി സദാനന്ദന്റെ കവിളത്ത് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അടിയുടെ ആഘാതത്തിൽ സദാനന്ദൻ സ്റ്റേഷൻ ചുമരിലേക്ക് തെറിച്ചു വീണു. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ചോര പൊടിഞ്ഞു. തന്റെ യൂണിഫോമിന്റെ ബലം കൊണ്ടാണ് സദാനന്ദ താൻ ഇത്രയും നാൾ ആ വർമ്മയുടെ എച്ചിൽ തിന്ന് ജീവിച്ചത്. ആ ബലം ഞാൻ ഇപ്പോൾ അഴിക്കാൻ പോവുകയാണ്. ആന്റണി തന്റെ പോക്കറ്റിൽ നിന്നും വിലങ്ങെടുത്ത് സദാനന്ദന്റെ കൈകളിൽ ഘടിപ്പിച്ചു. കൂട്ടിൽ കിടക്കുന്ന കള്ളനെ എനിക്ക് നാളെയും പിടിക്കാം. പക്ഷേ കൂടെ കിടന്ന് ചതിക്കുന്ന ചതിയന്മാരെ ഞാൻ ജീവനോടെ വിടില്ല. ലോക്കപ്പിലേക്ക് കയറടാൻ നാറി. സദാനന്ദനെ കോൺസ്റ്റബിൾമാർ പിടിച്ച് ലോക്കപ്പിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. ആന്റണി ശാലിനിയെ തന്റെ ഔദ്യോഗിക മുറിയിലെ കസാരയിലേക്ക് ഇരുത്തി. ശാലിനി, ഇനി നീ പേടിക്കണ്ട. പോലീസിലെ ചതിയനെ നമ്മൾ പൂട്ടി. ഇനി നിന്റെ മൊഴി വേണം. അഞ്ജലിയുടെ മരണ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയൂ. ആന്റണി ഒരു പേപ്പറും പേനയും എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. ശാലിനി തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം അഞ്ജലിയും ഞാനും കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വർമ്മയുടെ മകൻ രാഹുലും അവന്റെ കൂട്ടുകാരും ചേർന്ന് ഞങ്ങളുടെ വഴി തടഞ്ഞു. അവർ അഞ്ജലിയെ ബലമായി കാറിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി. ശാലിനി കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആന്റണിയുടെ മുഖം കൂടുതൽ ഗൗരവമുള്ളതായി മാറി. വലിയൊരു കൊടുങ്കാറ്റിന്റെ അടുത്ത അധ്യായം കുറിക്കുകയായിരുന്നു മേലേപ്പാറയിൽ. ശാലിനിയുടെ വാക്കുകൾ ആ മുറിയിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ 5 വർഷമായി അവൾ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാഹുലും കൂട്ടുകാരും ചേർന്ന് അഞ്ജലിയെ ബലമായി കാറിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കിയപ്പോൾ ഞാൻ തടയാൻ ശ്രമിച്ചു സാർ.
ശാലിനി കരച്ചിലടക്കാൻ പാടുപെട്ടു. പക്ഷെ അവരെന്നെ തള്ളി താഴെയിട്ടു. എന്റെ അച്ഛനെ ജീവനോടെ കത്തിക്കുമെന്നും എന്നെ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെയാണ് അഞ്ജലിയുടെ ഡെഡ് ബോഡി ആ താഴ്വരയിൽ കാണുന്നത്. സദാനന്ദൻ സാറാണ് എന്നെയും അച്ഛനെയും നിർബന്ധിച്ച് ഈ നാട്ടിൽ നിന്നും ഓടിച്ചത്. വർമ്മ മുതലാളി വിചാരിച്ചാൽ ഞങ്ങളെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതിയെന്ന് അയാൾ പറഞ്ഞു സാറേ. ആന്റണി അവൾ പറഞ്ഞ ഓരോ വാക്കും കൃത്യമായി പേപ്പറിൽ കുറിച്ചെടുത്തു. സുകുമാരൻ ഈ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കോടതിയിലേക്ക് അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഒപ്പം രാഹുൽ വർമ്മയ്ക്കെതിരെ നോൺ ബൈലബിൾ വാറന്റിനുള്ള അപേക്ഷയും തയ്യാറാക്കുക. ആന്റണി ഉത്തരവിട്ടു. സാർ, സുകുമാരൻ ഒന്നും അടിച്ചു. സദാനന്ദൻ ലോക്കപ്പിലാണ്. വർമ്മ മുതലാളി ഇതറിഞ്ഞാൽ മിണ്ടാതിരിക്കില്ല. ഉന്നതങ്ങളിൽ നിന്നും വലിയ പ്രഷർ വരാൻ സാധ്യതയുണ്ട്. വരട്ടെ സുകുമാരൻ. നിയമത്തിന് മുന്നിൽ വർമ്മയും സാധാരണക്കാരനും ഒന്നു തന്നെയാണ്. നീ നിന്റെ ജോലി ചെയ്യ്. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ മേലേപ്പാറ പോലീസ് സ്റ്റേഷന്റെ അന്തരീക്ഷം ആകെ മാറിമറിഞ്ഞു. സബ് ഇൻസ്പെക്ടർ സദാനന്ദൻ ലോക്കപ്പിൽ കിടക്കുന്ന വിവരം കാട്ടുതീ പോലെ നാടാകെ പടർന്നു. സ്റ്റേഷന്റെ മുന്നിൽ വൻ ജനക്കൂട്ടവും മാധ്യമപ്രവർത്തകരും തടിച്ചുകൂടാൻ തുടങ്ങി. പെട്ടെന്ന് സ്റ്റേഷൻ മുറ്റത്തേക്ക് ആഡംബര കാറുകളുടെ ഒരു നിര തന്നെ വന്നിറങ്ങി. അതിൽ നിന്നും ഇറങ്ങിയത് ഇടുക്കി ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ KR പൊതുവാളും അദ്ദേഹത്തിന്റെ ഗുണ്ടകളുമായിരുന്നു. കൂടെ കറുത്ത കോട്ടിട്ട 3 സുപ്രീം കോടതി വക്കീലന്മാരും ഉണ്ടായിരുന്നു. പൊതുവാൾ ഒട്ടും അനുവാദമില്ലാതെ നേരിട്ട് DYSP ആന്റണിയുടെ മുറിയിലേക്ക് ഇരച്ചു കയറി. എന്താണോ ആന്റണി തോമസ് താൻ ഈ കാണിച്ചു കൂട്ടുന്നത്? പൊതുവാൾ മേശപ്പുറത്ത് കൈകളൂന്നി ദേഷ്യത്തോടെ ചോദിച്ചു. വർമ്മ മുതലാളിയുടെ വിശ്വസ്തനായ സദാനന്ദനെ എന്ത് ധൈര്യത്തിലാണ് താൻ ലോക്കപ്പിലേക്ക് ഇട്ടത്? തനിക്ക് മേലേപ്പാറയിൽ സമാധാനമായി ജീവിക്കണ്ടേ? ആന്റണി കസാരയിൽ നിന്നും സാവധാനം എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ കനത്ത ശരീരവും കണിശമായ നോട്ടവും പൊതുവാളിനെ ഒരു നിമിഷം പിന്നോട്ട് വലിപ്പിച്ചു. മിസ്റ്റർ പൊതുവാൾ, ഇത് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസല്ല. സദാനന്ദൻ ഒരു പോലീസുകാരൻ മാത്രമല്ല, ഒരു വലിയ കൊലപാതക കേസ് അട്ടിമറിച്ച പ്രതി കൂടിയാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോകും. താൻ ഇവിടെ വന്ന് കൂടുതൽ ശബ്ദമുണ്ടാക്കിയാൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് തന്നെയും ഞാൻ അകത്തേക്കിടും. നീ എന്നെ അകത്തിടുമെന്നോ? പൊതുവാൾ പല്ലിറുമിച്ചിരിച്ചു. നിന്റെ ഈ പോലീസുകാരൻ കളി ഇനി അധിക നേരം ഉണ്ടാകില്ല. വർമ്മ മുതലാളി വിചാരിച്ചാൽ നിന്റെ ഈ തൊപ്പി തെറിപ്പിക്കാൻ 1 മിനിറ്റ് മതി. പൊതുവാൾ പറഞ്ഞു തീർന്നതും ആന്റണിയുടെ മേശപ്പുറത്തിരുന്ന ഔദ്യോഗിക ടെലിഫോൺ ഭയങ്കരമായ ശബ്ദത്തോടെ അടിച്ചു. ആന്റണി ഫോൺ കയ്യിലെടുത്തു. മറുതലക്കിൽ സംസാരിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി SP മാധവൻ നായരായിരുന്നു. അദ്ദേഹം ആന്റണിയുടെ പഴയ സുഹൃത്തു കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. ആന്റണി, നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? SP ചോദിച്ചു. സാർ, ഞാൻ നിയമപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അഞ്ജലി വധക്കേസിലെ പ്രതികളെ സദാനന്ദൻ സംരക്ഷിക്കുകയായിരുന്നു. ആന്റണി വിശദീകരിക്കാൻ ശ്രമിച്ചു. അതൊന്നും എനിക്ക് കേൾക്കണ്ട ആന്റണി. തിരുവനന്തപുരത്ത് നിന്നും നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പ്രഷർ. സദാനന്ദനെ ഉടനടി റിലീസ് ചെയ്യണം. രാഹുൽ വർമ്മയ്ക്കെതിരെയുള്ള അന്വേഷണം തൽക്കാലം നിർത്തണം. ഇതാണ് മുകളിൽ നിന്നുള്ള ഓർഡർ. അത് നടക്കില്ല സാർ. ഒരു കുറ്റവാളിയെയും ഞാൻ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാതെ വിടില്ല, ആന്റണി ഉച്ചത്തിൽ പറഞ്ഞു. എങ്കിൽ നീ ഇത് കേട്ടോളൂ ആന്റണി. SP ഒരു നിമിഷം നിർത്തി ദീർഘശ്വാസം എടുത്തു. ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിച്ചതിനും മേലുദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ പഴയ കേസുകൾ വീണ്ടും അന്വേഷിച്ചതിനും നിന്നെ സർവീസിൽ നിന്നും ഉടനടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒഫീഷ്യൽ ഓർഡർ ഇപ്പോൾ സ്റ്റേഷനിലെ ഫാക്സ് മെഷീനിൽ വരും. നീ നിന്റെ ചാർജ് തൊട്ടടുത്തുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് DYSPക്ക് കൈമാറണം. ഫോൺ കട്ടായി. ആന്റണി ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവിടുത്തെ ഫാക്സ് മെഷീൻ കുലുങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൽ നിന്നും പുറത്തേക്ക് വന്ന പേപ്പറിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു, സസ്പെൻഷൻ ഓർഡർ DYSP ആന്റണി തോമസ്. KR പൊതുവാൾ ഉറക്കെ ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആന്റണി, വർമ്മ മുതലാളിയുടെ കൈകൾ എത്ര നീളമുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇറങ്ങ്. നിന്റെ ഈ കസാരയിലിരുന്ന് ഇനി കൂടുതൽ അലറണ്ട. ഇറങ്ങിപ്പോടാ. ആന്റണിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. സുകുമാരനും മറ്റു കോൺസ്റ്റബിൾമാരും വിഷമത്തോടെ ആന്റണിയെ നോക്കി. ലോക്കപ്പിൽ കിടന്ന സദാനന്ദൻ ഇത് കണ്ട് ചിരിക്കാൻ തുടങ്ങി. ആന്റണി തന്റെ തലയിലെ തൊപ്പി പതുക്കെ അഴിച്ച് മേശപ്പുറത്തേക്ക് വെച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശയോ ഭയമോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു കടുവ തന്റെ ഇരയെ പിടിക്കാൻ ഒരുങ്ങുന്നത് പോലെയുള്ള ഒരു ഭാവമായിരുന്നു. അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പേഴ്സണൽ ഡയറി, അതായത് അഞ്ജലി കേസിലെ വിവരങ്ങൾ അടങ്ങിയ ഡയറി, പുറത്തെടുത്ത് ജാക്കറ്റിന്റെ ഉള്ളിലേക്ക് സുരക്ഷിതമായി വെച്ചു. പൊതുവാൾ, നിങ്ങൾക്കെന്റെ ഈ യൂണിഫോമും കസാരയും മാത്രമേ മാറ്റാൻ കഴിയൂ. ആന്റണി പൊതുവാളിന്റെ അരികിലേക്ക് നടന്നു വന്ന് കാതിൽ പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലെ പോലീസുകാരനെ മാറ്റാൻ നിങ്ങളുടെ വർമ്മ മുതലാളിക്ക് കഴിയില്ല. യൂണിഫോം ഇല്ലാതെ ആന്റണി തോമസ് കൂടുതൽ അപകടമായിരിക്കും. കളി ഇനി ഒളിപ്പോരാണ്. നിന്റെ മുതലാളിയോട് തയ്യാറായിരിക്കാൻ പറഞ്ഞേക്ക്. ആന്റണി തിരിഞ്ഞു നോക്കാതെ സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നു. സുകുമാരൻ അദ്ദേഹത്തിന്റെ പുറകെ ഓടിച്ചെന്നു. സാറേ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ശാലിനി ഇപ്പോൾ സ്റ്റേഷനിലല്ലേ? പുതിയ DYSP വന്നാൽ അവളെ വർമ്മയ്ക്ക് വിട്ടുകൊടുക്കും? സുകുമാരൻ ആശങ്കയോടെ ചോദിച്ചു. ഇല്ല സുകുമാര, ഞാൻ അവളെ സ്റ്റേഷനിൽ ബാക്കി വെച്ചിട്ടില്ല. നീ ചെന്ന് നോക്ക്. ആന്റണി ചിരിച്ചു. സുകുമാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശാലിനിയെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു.
ഫാക്സ് വരുന്നതിൻ്റെ തൊട്ടു മുമ്പ് തന്നെ തൻ്റെ വിശ്വസ്തനായ മറ്റൊരു ലോക്കൽ ഇൻഫോർമർ വഴി ശാലിനിയെ സ്റ്റേഷൻ്റെ പിൻവാതിലിലൂടെ സുരക്ഷിതമായ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. സുകുമാരൻ, നീ ഒഫീഷ്യലായി ഡ്യൂട്ടിയിൽ തുടരണം. പക്ഷെ നിന്റെ കണ്ണും കാതും എനിക്ക് വേണ്ടിയായിരിക്കണം. വർമ്മയുടെ മകൻ രാഹുൽ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം. അവൻ വിദേശത്താണെന്നാണ് വർമ്മ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവൻ ഈ കേരളത്തിൽ തന്നെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്നാണ്. ആന്റണി മേലെപ്പാറയുടെ കനത്ത മഞ്ഞിലേക്ക് നടന്നു നീങ്ങി. യൂണിഫോം നഷ്ടപ്പെട്ടെങ്കിലും ആന്റണി തോമസ് എന്ന ഇൻവെസ്റ്റിഗേറ്ററുടെ യഥാർത്ഥ വേട്ട അപ്പോഴാണ് ആരംഭിക്കുന്നത്. മേലേപ്പാറ ടൗണിൽ നിന്നും മാറി കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഴയ ഹോം സ്റ്റേയുടെ ചെറിയ മുറിയിലായിരുന്നു ആന്റണി ഇപ്പോൾ താമസം. മേശപ്പുറത്താകെ ഒരു ടോർച്ചും മൊബൈൽ ഫോണും പിന്നെ കൊച്ചിയിൽ നിന്നും പകർത്തി എഴുതിയ ആ ചെറിയ പേഴ്സണൽ ഡയറിയും മാത്രം. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ആന്റണി ഫോൺ ചെവിയോട് ചേർത്തു. മറുതലക്കൽ കൊച്ചിയിലെ തന്നെ പഴയ ഇൻഫോമർ സണ്ണിയുടെ ശബ്ദമായിരുന്നു. സാറേ, ഞാൻ കൊച്ചിയിലെ എയർപോർട്ടിലും പരിസരത്തുമുള്ള പിള്ളേരെ വിട്ട് കാര്യം തിരക്കി. സണ്ണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. വർമ്മ മുതലാളിയുടെ മകൻ രാഹുൽ വർമ്മ ദുബായിലേക്ക് കടന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് കള്ളമാണ് സാറേ. 3 ദിവസം മുമ്പ് രാഹുൽ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെ കട്ടർ ഷാജിയുടെ പിള്ളേരാണ് അവനെ റിസീവ് ചെയ്ത് മാറ്റിയത്. കട്ടർ ഷാജിയോ? ആന്റണിയുടെ നെറ്റി ചുളിഞ്ഞു. അവൻ കൊച്ചിയിലെ വലിയ കൊട്ടേഷൻ തലവനാണല്ലോ. അവനും വർമ്മയും തമ്മിൽ എന്താണ് ബന്ധം? വർമ്മ മുതലാളി കൊച്ചിയിലെ റിയൽ എസ്റ്റേറ്റ് മാഫിയയിലേക്ക് പണം ഇറക്കുന്നത് ഷാജി വഴിയാണ് സാറേ. രാഹുൽ ഇപ്പോൾ കൊച്ചിയിലില്ല. ഷാജിയുടെ ആളുകൾ അവനെ അതീവ രഹസ്യമായി മേലേപ്പാറയിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ DYSP ചാർജ് എടുത്ത സ്ഥിതിക്ക് അവനിനി പേടിക്കാനില്ലല്ലോ. അവനിപ്പോൾ വർമ്മയുടെ കാട്ടിലെ ഏതോ രഹസ്യ റിസോർട്ടിലുണ്ടെന്നാണ് വിവരം. നല്ലത്, അവൻ ഇങ്ങോട്ട് തന്നെ വന്നത് നന്നായി. കെണിയിലേക്ക് ഇര തനിയെ നടന്നു വരികയാണ്. സണ്ണി, നീ ആ റിസോർട്ടിന്റെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ നോക്ക്. ആന്റണി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴാണ് മുറിയുടെ പുറത്ത് നേരിയൊരു കാൽപെരുമാറ്റം കേട്ടത്. ജനൽപ്പാളികളിൽ തട്ടി മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ശബ്ദത്തിന്റെ ഇടയിലും ആന്റണിയുടെ കൂർത്ത കാതുകൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. ഒന്നല്ല, 3-4 ആളുകൾ ആ ഹോം സ്റ്റേയുടെ വരാന്തയിലൂടെ നടന്നു വരുന്നുണ്ട്. അവരുടെ കയ്യിൽ ഇരുമ്പ് കമ്പികൾ ഭിത്തിയിൽ തട്ടുന്ന നേർത്ത ശബ്ദം കേൾക്കാം. വർമ്മയുടെ ആളുകൾ തന്നെ തേടി പിടിച്ചെത്തിയിരിക്കുന്നു. സസ്പെൻഷനിലായ ഒരു ഓഫീസറെ കൊന്നുകളഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകില്ലെന്ന് വർമ്മയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ആന്റണി ഒട്ടും പേടിച്ചില്ല. അദ്ദേഹം കട്ടിലിന്റെ അടിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പൈപ്പ് കയ്യിലെടുത്തു. മുറിയിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതോടെ ആ മുറി പൂർണ്ണമായും ഇരുട്ടിലായി. പെട്ടെന്ന് മുറിയുടെ വാതിൽ ഒരൊറ്റ ചവിട്ടിന് തകർന്നു വീണു. ഇരുട്ടിലേക്ക് 3 ഗുണ്ടകൾ കുടുവാളുകളുമായി ഇരച്ചു കയറി. എടാ, ടോർച്ച് അടിയടാ, അവൻ എവിടെ? മുന്നിൽ നിന്നവൻ വിളിച്ചു പറഞ്ഞു. അവൻ ടോർച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇരുട്ടിൽ നിന്നും ആന്റണിയുടെ ഭീകരമായ ശരീരം മുന്നോട്ട് പാഞ്ഞു വന്നു. കയ്യിലിരുന്ന് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആന്റണി ആദ്യം വന്നവന്റെ കൈമുട്ടിന്റെ താഴെ ഒരു അടി കൊടുത്തു. എല്ല് പൊട്ടുന്ന ശബ്ദത്തോടെ അവൻ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. രണ്ടാമൻ വാളോങ്ങി വെട്ടാനാഞ്ഞെങ്കിലും ആന്റണി ഒഴിഞ്ഞു മാറി. അവന്റെ നെഞ്ചിന് നേരെ തന്റെ ബൂട്ടിട്ട കാലുകൊണ്ട് ശക്തമായി തൊഴിച്ചു. അവൻ തെറിച്ച് പുറകിലെ ഭിത്തിയിലിടിച്ച് ബോധരഹിതനായി വീണു. മൂന്നാമൻ പേടിയോടെ പുറകോട്ട് മാറാൻ നോക്കിയെങ്കിലും ആന്റണി അവന്റെ കോളറിൽ പിടിച്ചു വലിച്ച് തറയിലേക്ക് ഇട്ടു. എന്നിട്ട് അവന്റെ കഴുത്തിന് നേരെ ഇരുമ്പ് പൈപ്പ് അമർത്തി പിടിച്ചു. പറയടാ, രാഹുൽ വർമ്മ ഇപ്പോൾ എവിടെയുണ്ട്? ആന്റണിയുടെ ശബ്ദം ആ ഇരുട്ടിൽ ഒരു യമരൂപനെ പോലെ തോന്നിപ്പിച്ചു. അയ്യോ സാറേ, കൊല്ലരുതേ, ഞാൻ പറയാം. അവൻ പേടിച്ചു വിറച്ചു. രാഹുൽ സാറ് എസ്റ്റേറ്റിന്റെ ഏറ്റവും മുകളിലുള്ള വൈറ്റ് വില്ല റിസോർട്ടിലുണ്ട്. കട്ടർ ഷാജിയുടെ 5 ഗുണ്ടകൾ അവന് കാവലുണ്ട് സാറേ. ഞങ്ങളെ വർമ്മ മുതലാളിയാണ് സാറിനെ തീർക്കാൻ വിട്ടത്. ഇറങ്ങിപ്പോടാ നാറികളായി. ആന്റണി അവനെ ദൂരേക്ക് തള്ളിയിട്ടു. പരിക്കേറ്റ ഗുണ്ടകൾ പരസ്പരം താങ്ങിപ്പിടിച്ച് ആ രാത്രിയിലെ മഴയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ആന്റണി തന്റെ ജാക്കറ്റ് എടുത്ത് ധരിച്ചു. സമയം കളയാനില്ല. രാഹുൽ വർമ്മ അവിടെ ഉണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞു. നേരം വെളുക്കുന്നതിന് മുമ്പ് അവനെ പിടികൂടണം. ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും അഞ്ജലിയുടെ കൊലപാതകത്തിന് അവനെക്കൊണ്ട് നിയമത്തിന്റെ മുന്നിൽ മറുപടി പറയിക്കാൻ ആന്റണി തോമസ് ഒരു പുതിയ വഴി കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അദ്ദേഹം തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈറ്റ് വില്ല ലക്ഷ്യമാക്കി ആ അർദ്ധരാത്രിയിലെ കൊടുങ്കാറ്റിലേക്ക് പാഞ്ഞുപോയി. ഏറ്റവും ഉയർന്ന മലനിരയ്ക്ക് മുകളിലാണ് വൈറ്റ് വില്ല റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കനത്ത കോടമഞ്ഞും കാട്ടുമരങ്ങളും ആഡംബര ബംഗ്ലാവിനെ പുറം ലോകത്തു നിന്നും പൂർണ്ണമായും മറച്ചു പിടിച്ചിരുന്നു. കനത്ത മഴയത്ത് ബൈക്ക് ദൂരെ ഒരു മരക്കൂട്ടത്തിൽ ഒതുക്കി വെച്ച് ആന്റണി തോമസ് പുല്ലു നിറഞ്ഞ വഴിയിലൂടെ ബംഗ്ലാവിലേക്ക് നടന്നു. യൂണിഫോമില്ല, കൂടെ പോലീസുകാരില്ല, കയ്യിൽ സർവീസ് റിവോൾവർ ഇല്ല. ഒരൊറ്റ ഇരുമ്പ് പൈപ്പും നെഞ്ചിലെ ധൈര്യവും മാത്രമാണ് ഇപ്പോൾ ആന്റണിയുടെ ആയുധം. ബംഗ്ലാവിന്റെ പൂമുഖത്ത് വില കൂടിയ ഒരു ആഡംബര കാർ കിടപ്പുണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും രാഹുലിനെ കൊണ്ടുവന്ന വണ്ടിയാണതെന്ന് ആന്റണിക്ക് മനസ്സിലായി. വരാന്തയിൽ കൊച്ചിയിലെ ഗുണ്ടാത്തലവൻ കട്ടർ ഷാജിയുടെ 3 ആളുകൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ കത്തിയുമായി സിഗരറ്റ് പുകച്ചു നിൽക്കുന്ന അവരെ ആന്റണി ദൂരത്തു നിന്നും നിരീക്ഷിച്ചു. മുൻവാതിലൂടെ അകത്ത് കയറുക അസാധ്യമാണ്. ആന്റണി ബംഗ്ലാവിന്റെ പുറകുവശത്തേക്ക് നീങ്ങി. ഭാഗ്യത്തിന് അടുക്കള ഭാഗത്തെ ഒരു ജനൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. യാതൊരു ശബ്ദവും ഉണ്ടാകാതെ ആന്റണി ഉള്ളിലേക്ക് ചാടി. അകത്തെ വലിയ ഹാളിൽ നിന്നും ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു. ആന്റണി പതുക്കെ ഭിത്തിയോട് ചേർന്ന് ഹാളിലേക്ക് നോക്കി. അവിടെ സോഫയിൽ ഒരു യുവാവ് മദ്യപിച്ചിരിക്കുന്നുണ്ട്.
സുഖലോലുപത നിറഞ്ഞ മുഖം, കഴുത്തിൽ കനത്ത സ്വർണ്ണമാല. അതായിരുന്നു ഹരിശങ്കർ വർമ്മയുടെ മകൻ രാഹുൽ വർമ്മ. അവൻ്റെ തൊട്ടടുത്ത് ഖട്ടർ ഷാജിയും ഇരിക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കണ്ട രാഹുലെ, ഖട്ടർ ഷാജി ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നുകൊണ്ട് പറഞ്ഞു. നിന്റെ അച്ഛൻ ആ പഴയ കേസ് ഫയൽ അവിടുത്തെ കള്ളനെ വിട്ടടിപ്പിച്ചു. ആ കേസ് അന്വേഷിക്കാൻ വന്ന ഡിവൈഎസ്പി ആന്റണിയെ ഇന്ന് രാത്രിയോടെ എൻ്റെ പിള്ളേര് തീർക്കും. അതോടെ അഞ്ജലിയുടെ അധ്യായം പൂർണ്ണമായി അവസാനിക്കും. എനിക്ക് ആന്റണിയെ പേടിയൊന്നുമില്ല ഷാജിച്ച. രാഹുൽ ക്രൂരമായി ചിരിച്ചു. പക്ഷെ അഞ്ജലി ചത്ത ദിവസം എൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ആ കാര്യം ആന്റണി അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നേക്കാൾ മുമ്പ് അയാളെ പൊക്കിയേനെ. രാഹുലിൻ്റെ ആ വാക്കുകൾ കേട്ടതും മറഞ്ഞു നിന്ന ആന്റണിയുടെ കാതുകൾ കൂർത്തു. മറ്റൊരാൾ കൂടിയോ? അഞ്ജലിയെ ഉപദ്രവിച്ചവരിൽ രാഹുലിനെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടെന്നോ? ആന്റണിയുടെ നെഞ്ചൊന്നിടിച്ചു. നീ അത് മിണ്ടരുത് രാഹുലെ. ഷാജി ശബ്ദം താഴ്ത്തി. അത് പുറത്തറിഞ്ഞാൽ നിന്റെ അച്ഛന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അയാൾ ആരാണെന്ന് നിനക്കറിയാലോ? അത് ആരാണെന്ന് എനിക്കും കൂടി അറിയണം ഷാജി. ഹാളിലേക്ക് ഇരച്ചു കയറി വന്ന കനത്ത ശബ്ദം കേട്ട് രാഹുലും ഷാജിയും ഞെട്ടി എഴുന്നേറ്റു. ഇരുട്ടിൽ നിന്നും ആന്റണി തോമസ് സിംഹത്തെ പോലെ മുന്നോട്ട് നടന്നു വന്നു. ആന്റണി തോമസ്! ഷാജി ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ എങ്ങനെ ഇവിടെ എത്തിയിടാ? എടാ പിള്ളേരെ! ഷാജി തൻ്റെ ആളുകളെ വിളിക്കാൻ ഞാഞ്ഞപ്പോഴേക്കും ആന്റണി മുന്നോട്ട് പാഞ്ഞ് അവൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു. കയ്യിലിരുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷാജിയുടെ കാലിൻ്റെ മുട്ടിന് ഒരടി കൊടുത്തു. ഷാജി നിലവിളിച്ചുകൊണ്ട് സോഫയിലേക്ക് മറിഞ്ഞു. ഇത് കണ്ട ഭയന്ന രാഹുൽ മേശപ്പുറത്തിരുന്ന കത്തിയെടുക്കാൻ ആഞ്ഞു. എന്നാൽ ആന്റണി അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച് തിരിച്ചു. എന്നിട്ട് രാഹുലിനെ ആന്റണി തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും പുറത്തു നിന്ന 3 ഗുണ്ടകൾ ബഹളം കേട്ട് വാതിലിലൂടെ അകത്തേക്ക് ഓടിക്കയറി വന്നു. മുൻപിൽ വന്നവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള വടിവാളുണ്ടായിരുന്നു. അവൻ ആന്റണിക്ക് നേരെ വാളോങ്ങി. ആന്റണി പൈപ്പ് കൊണ്ട് അത് തടുത്തു. ഇരുമ്പും തമ്മിൽ തട്ടിയപ്പോൾ തീപ്പൊരി പാറി. ആന്റണി ഒഴിഞ്ഞു മാറി അവൻ്റെ താടിക്ക് നേരെ ഇടം കൈ കൊണ്ട് ശക്തമായൊരു പഞ്ചു കൊടുത്തു. അവൻ ബോധം കെട്ട് വീണു. ബാക്കി 2 പേരും ആന്റണിയുടെ ഭീകരമായ ശരീരപ്രകൃതിയും ആക്രമണ ശൈലിയും കണ്ട് ഭയന്ന് പിറകോട്ട് മാറി. നിന്റെ മുതലാളി ഖട്ടർ ഷാജി ഇവിടെ ചോരയൊലിപ്പിച്ച് കിടക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ആന്റണി ദേഷ്യത്തിൽ പറഞ്ഞു. ഗുണ്ടകൾ 2 പേരും ആയുധങ്ങൾ താഴെയിട്ട് ഹാളിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹാളിലിപ്പോൾ ആന്റണിയും കാലിന് പരിക്കേറ്റ് കിടക്കുന്ന ഷാജിയും പേടിച്ചു വിറയ്ക്കുന്ന രാഹുലും മാത്രമായി. ആന്റണി രാഹുലിന്റെ കോളറിൽ പിടിച്ച് തൂക്കിയെടുത്തു. എന്നിട്ട് ചുവരിലേക്ക് ചേർത്ത് നിർത്തി. പറയടാ രാഹുൽ, നീ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ. അഞ്ജലിയെ കൊന്ന അന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ടാമൻ ആരാണ് ആ വലിയ തലവൻ? ആന്റണിയുടെ കണ്ണുകളിൽ തീപ്പൊരി പാറി. ഞാൻ പറയില്ല, എന്നെ വിട്. രാഹുൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ആന്റണി തന്റെ ഇരുമ്പ് പൈപ്പ് രാഹുലിന്റെ കഴുത്തിന് നേരെ അമർത്തി. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശവം മാത്രമേ ഈ വില്ലയിൽ നിന്നും പുറത്തു പോകൂ. അഞ്ജലിയെപ്പോലെ ഒരു പാവം പെൺകുട്ടിയെ ഇല്ലാതാക്കിയിട്ട് നീ ദുബായിൽ പോയി സുഖിച്ച് ജീവിക്കുകയായിരുന്നല്ലടാ നാറി. അയ്യോ സാറേ, നിർത്തൂ, ഞാൻ പറയാം. രാഹുലിന്റെ കണ്ണുകളിൽ യഥാർത്ഥ മരണഭയം വന്നു. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഇടുക്കി ജില്ലയുടെ SP മാധവൻ നായരാണ് സാറേ. ആ പേര് കേട്ടതും ആന്റണി തോമസ് ഒരു നിമിഷം സ്തംഭിച്ചുപോയി. തോളിൽ പിടിച്ചിരുന്ന രാഹുലിന്റെ കോളറിലെ പിടിയായി. SP മാധവൻ നായർ, തൻ്റെ മേലുദ്യോഗസ്ഥൻ, കൊച്ചിയിൽ വെച്ച് തൻ്റെ സുഹൃത്തായിരുന്നയാൾ, ഇന്ന് രാവിലെ തന്നെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത അതേ മാധവൻ നായരോ? ആന്റണി വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. അതേ സാറേ. തറയിലിരുന്ന വേദന കൊണ്ട് പൊളയുന്ന ഖട്ടർ ഷാജി സംസാരിച്ചു. 5 വർഷം മുമ്പ് മാധവൻ നായർ ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന സമയത്താണ് ഈ ക്രൈം നടക്കുന്നത്. രാഹുലും മാധവൻ നായരും ചേർന്നാണ് അഞ്ജലിയെ ആ റിസോർട്ടിൽ വെച്ച് ഉപദ്രവിച്ചത്. വിവരം പുറത്തറിയാതിരിക്കാൻ വർമ്മ മുതലാളി കോടിക്കണക്കിന് രൂപയാണ് മാധവൻ നായർക്ക് കൊടുത്തത്. ആ പണം ഉപയോഗിച്ചാണ് അയാൾ ഇന്ന് SP കസാരയിൽ വന്നിരിക്കുന്നത്. കൊച്ചിയിൽ വെച്ച് ആ ഫയൽ സാറിന് കിട്ടിയെന്നറിഞ്ഞപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് മാറ്റിയതും ഇന്ന് രാവിലെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതും മാധവൻ നായർ നേരിട്ടാണ് സാറേ. ആന്റണിയുടെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഇന്നലെ രാത്രി തൻ്റെ ഫോണിലേക്ക് വന്ന അജ്ഞാത ഭീഷണി സന്ദേശം അദ്ദേഹം ഓർത്തു. വയർലെസ് സെറ്റിലൂടെ സംസാരിച്ച് ശീലിച്ച ഒരാളുടെ ടോൺ. അത് മറ്റാരുമല്ലായിരുന്നു, സ്വന്തം SP മാധവനായിരുന്നു. നിയമത്തിന്റെ കാവൽക്കാരനായിരിക്കുന്ന വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ. ആന്റണി ദേഷ്യം കൊണ്ട് പല്ലിറങ്ങി. കളി ഇനി വർമ്മയോട് മാത്രമല്ല, സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ തലവനോടുകൂടിയാണ്. പെട്ടെന്ന് വില്ലയുടെ പുറത്ത് നിരവധി വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഇത്തവണ വന്നത് ഗുണ്ടകളല്ലായിരുന്നു, ചുവന്ന ലൈറ്റുകൾ കത്തുന്ന പോലീസ് ജീപ്പുകളായിരുന്നു അത്. വണ്ടികളിൽ നിന്നും 10-12 പോലീസുകാർ തോക്കുകളുമായി വില്ല ലക്ഷ്യമാക്കി ഓടി വരുന്നത് ജനലിലൂടെ ആന്റണി കണ്ടു. മുന്നിൽ തോക്കുമായി നിൽക്കുന്നത് മറ്റാരുമല്ല, SP മാധവനായിരുന്നു. ആന്റണി വില്ലയിലുണ്ടെന്നറിഞ്ഞ് അവൻ ഇവിടെ വെച്ച് തന്നെ വ്യാജ ഏറ്റുമുട്ടലിൽ തീർക്കാൻ വേണ്ടി മാധവൻ തന്റെ വിശ്വസ്തരായ ഫോഴ്സുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. SP മാധവൻ തന്റെ ഒഫീഷ്യൽ റിവോൾവർ കയ്യിലേന്തി മുന്നിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂടെയുള്ളത് കമാൻഡോ തൊപ്പി ധരിച്ച പ്രത്യേക സ്ക്വാഡിലെ ആയുധധാരികളായ പോലീസുകാരാണ്. അവരാരും മേലേപ്പാറ സ്റ്റേഷനിലെ സാധാരണ കോൺസ്റ്റബിൾമാരല്ല. മാധവൻ തന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി കൂടെ കൂട്ടാറുള്ള വിശ്വസ്തരായ കൊലയാളി സംഘമാണ്.
സാറേ, SP സാർ നിങ്ങളെ ജീവനോടെ വിടില്ല. സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ ക്രിമിനൽസിനെ ആക്രമിക്കാൻ റിസോർട്ടിൽ കയറിയെന്നും സ്വയം രക്ഷയ്ക്കായി പോലീസിന് വെടിയുതിർക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അവർ നിങ്ങളെ ഇവിടെ തീർക്കും. എന്നെയും കുന്നുകളയും. തറയിലിരുന്ന രാഹുൽ വർമ്മ പേടിച്ച് നിലവിളിച്ചു. ആന്റണി രാഹുലിനെ ഒന്ന് നോക്കി. അവന്റെ വാക്കുകൾ പൂർണ്ണമായും ശരിയായിരുന്നു. ഒരു വ്യാജ ഏറ്റുമുട്ടൽ പ്ലാൻ ചെയ്താണ് സ്വന്തം ബോസ് വന്നിരിക്കുന്നത്. മിണ്ടിപ്പോകല്ലേ നീ. ആന്റണി രാഹുലിന്റെ ജാക്കറ്റിൽ കുത്തിപ്പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. നീ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഒരു വെടിയുണ്ടയിൽ തീർക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ കോടതിക്ക് മുന്നിൽ സത്യം പറയണം. പെട്ടെന്ന് വില്ലയുടെ മുൻവാതിൽ തകർത്തുകൊണ്ട് പോലീസുകാർ അകത്തേക്ക് ഇരച്ചു കയറി. ഹാൻഡ്സ് അപ്പ് ആന്റണി തോമസ്, നീ വളയപ്പെട്ടിരിക്കുന്നു. തോക്ക് താഴെയിട്ട് കീഴടങ്ങൂ. മാധവൻ നായരുടെ കനത്ത ശബ്ദം ഹാളിൽ മുഴങ്ങി. എന്നാൽ അവർ എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആന്റണി രാഹുലിനെയും തോളിൽ പിടിച്ച് കാല് വയ്യാതെ കിടന്ന കട്ടർ ഷാജിയെയും വലിച്ച് അടുക്കള ഭാഗത്ത് ഇടുങ്ങിയ ഇടനാഴിയിലേക്ക് മാറിയിരുന്നു. അവിടെ നിന്നും മുകളിലത്തെ നിലയിലെ ടെറസിലേക്ക് കയറാൻ ഒരു ഇരുമ്പ് കോണിയുണ്ടായിരുന്നു. ആന്റണി രാഹുലിനെ മുന്നോട്ട് തള്ളി മുകളിലേക്ക് കയറ്റി. പുറകെ കട്ടർ ഷാജിയെയും വലിച്ചു കയറ്റി. ടെറസിൽ കനത്ത മഴയും കാറ്റും അവരെ വരവേറ്റു. റിസോർട്ടിന്റെ പുറകുവശത്തെ കുന്നിൻചെരിവ് പൂർണ്ണമായും തോട്ടം തൊഴിലാളികളുടെ താവളങ്ങളിലേക്കും കാട്ടിലേക്കുമാണ് ഇറങ്ങിക്കിടക്കുന്നത്. അവർ മുകളിലുണ്ട്, കേരള. താഴെ നിന്നും പോലീസുകാരുടെ ശബ്ദം കേട്ടു. മുകളിലെത്തിയ ആന്റണി ടെറസിന്റെ വാതിൽ പുറത്തു നിന്നും ഒരു വലിയ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ബലമായി ലോക്ക് ചെയ്തു. അകത്തു നിന്നും പോലീസുകാർ വാതിൽ ശക്തമായി ചവിട്ടാൻ തുടങ്ങി. വാതിലിന്റെ തടികൾ ഇളകാൻ അധികം സമയം വേണ്ടിവരില്ല. ആന്റണി, നീ ഇതുകൊണ്ട് എങ്ങോട്ട് ഓടാനാണ്? പുറത്തു നിന്നും മാധവൻ നായരുടെ ശബ്ദം കേട്ടു. നീ ഇപ്പോൾ ഒരു സസ്പെൻഷൻ പ്രതി മാത്രമാണ്. നിന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. എന്റെ കയ്യിൽ തെളിവില്ലായിരിക്കും, പക്ഷെ അഞ്ജലിയുടെ ശാപം നിങ്ങളെ വെറുതെ വിടില്ല, ആന്റണി വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഒട്ടും സമയം കളയാതെ ടെറസിന്റെ അരികിലേക്ക് നടന്നു. അവിടെ നിന്നും താഴേക്ക് എസ്റ്റേറ്റ് റോഡിലേക്ക് ഏകദേശം 10 അടി താഴ്ചയുണ്ട്. റോഡിന്റെ അരികിൽ കട്ടർ ഷാജിയുടെ ആളുകൾ വന്ന ആ വലിയ ആഡംബരക്കാർ സ്റ്റാർട്ട് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. ഡ്രൈവർ ഭയം കാരണം വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. താഴേക്ക് ചാട്. ആന്റണി രാഹുലിനെ റോഡിലെ പുല്ല് നിറഞ്ഞ തിട്ടയിലേക്ക് തള്ളിയിട്ടു. പുറകെ ഷാജിയെയും തള്ളി. രണ്ടുപേരും നിലവിളിച്ചുകൊണ്ട് താഴെ വീണു. തൊട്ടു പിന്നാലെ ആന്റണിയും താഴേക്ക് ചാടി. പോർച്ചിനരികിൽ നിർത്തിയിരുന്ന കാറിന്റെ ഡ്രൈവറുടെ അരികിലേക്ക് ആന്റണി പാഞ്ഞെടുത്തു. ഡോർ വലിച്ചു തുറന്ന് അവനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വേഗം വണ്ടി കയറടാ, ആന്റണി ഉച്ചത്തിൽ പറഞ്ഞു. രാഹുലും ഷാജിയും ഭയന്ന് പുറകിലെ സീറ്റിലേക്ക് ഇഴഞ്ഞു കയറി. ആന്റണി സ്റ്റിയറിംഗിൽ പിടിമുറുക്കി വണ്ടി റിവേഴ്സ് ഗിയറിലേക്ക് മാറ്റി ഒരൊറ്റ തിരിവ് തിരിച്ചു. അപ്പോഴേക്കും ടെറസിന്റെ വാതിൽ തകർത്ത മാധവനും സംഘവും വില്ലയുടെ വരാന്തയിലേക്ക് ഓടിയെത്തിയിരുന്നു. ഫയർ, അവന് വെടിവെക്കൂ, മാധവൻ ഉത്തരവിട്ടു. പോലീസുകാരുടെ റൈഫിളുകളിൽ നിന്നും വെടിയുണ്ടകൾ പാഞ്ഞു വന്നു. കാറിന്റെ പിഞ്ചില്ലുകൾ തകർന്ന് തരിപ്പണമായി. ഒരു വെടിയുണ്ട ആന്റണിയുടെ വലതു തോളിൽ ചെറുതായി ഉരസി കടന്നുപോയി. ചോര ജാക്കറ്റിലേക്ക് പടർന്നു പിടിച്ചെങ്കിലും അദ്ദേഹം ആ വേദന വകവച്ചില്ല. ആക്സിലേറ്റർ പൂർണ്ണമായും അമർത്തിയതോടെ കാറ് ആ ഇരുണ്ട മലയോര പാതയിലൂടെ അതിവേഗത്തിൽ താഴേക്ക് പാഞ്ഞു. പുലർച്ചെ 5 മണി. കാറ് ചെന്ന് നിന്നത് മേലേപ്പാറ ടൗണിൽ നിന്നും മാറി കാടിനുള്ളിലെ ഒരു പഴയ തടിമില്ലിന്റെ ഉള്ളിലാണ്. സുകുമാരൻ അവിടെ അവർക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആന്റണി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തോളിലെ മുറിവിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. സാറേ, വെടിയേറ്റോ? സുകുമാരൻ പേടിയോടെ ഓടി വന്നു. സാരമില്ല സുകുമാരൻ, ഇത് വെറും ഒരു പോറൽ മാത്രം. ഇവന്മാരെ അകത്തേക്ക് കയറ്റ്. ആന്റണി രാഹുലിനെയും ഷാജിയെയും ചൂണ്ടിക്കാണിച്ചു. മില്ലിന്റെ ഉള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ ആന്റണി ഒരു കസാരയിലേക്ക് ഇരുന്നു. സാറേ, കാര്യങ്ങൾ കൈവിട്ടുപോയി. SP നേരിട്ട് കളത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി നമുക്ക് പോലീസിനെ വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ എങ്ങോട്ടാണ് പോവുക? സുകുമാരൻ ചോദിച്ചു. ആന്റണി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പേഴ്സണൽ ഡയറി പുറത്തെടുത്തു. അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്തൊരു ഭാവം മിന്നിമറഞ്ഞു. നമ്മൾ എങ്ങോട്ടും ഒളിച്ചോടുന്നില്ല സുകുമാരൻ. കളി ഇനി തിരുവനന്തപുരത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് മാറ്റുന്നത്. DGP സാറിന് ഈ വിവരങ്ങൾ നേരിട്ട് കൈമാറണം. മാധവന്റെ കസേര തെറിക്കണമെങ്കിൽ ഈ ഡയറിയിലെ വിവരങ്ങളും ഒപ്പം ഈ ഇരിക്കുന്ന രാഹുൽ വർമ്മയുടെ നേരിട്ടുള്ള മൊഴിയും DGPയുടെ മുന്നിലെത്തണം. ആന്റണി രാഹുലിന്റെ മുന്നിലേക്ക് നടന്നു ചെന്നു. രാഹുൽ, നീ ഇന്ന് പുലർച്ചെയും മില്ലിൽ വെച്ച് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ മൊഴി നൽകും. അഞ്ജലിയെ നീയും മാധവനും ചേർന്ന് എങ്ങനെയാണ് കൊന്നതെന്ന് കൃത്യമായി പറയണം. ആ വീഡിയോ റെക്കോർഡിംഗ് സുകുമാരൻ തന്റെ ഫോണിൽ പകർത്തു. നീ ചതിക്കാൻ നോക്കിയാൽ മാധവന്റെ ആളുകൾക്ക് നിന്നെ ഞാൻ തന്നെ ഒറ്റിക്കൊടുക്കും. അവൻ നിന്നെ ജീവനോടെ വയ്ക്കില്ലെന്ന് നിനക്കറിയാമല്ലോ. രാഹുൽ തലയാട്ടി. അവന്റെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. അച്ഛൻ ഹരിശങ്കർ വർമ്മയെക്കാളും വലിയ സ്രാവാണ് മാധവൻ നായരെന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. സുകുമാരൻ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്തു. രാഹുൽ വർമ്മ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വിറയ്ക്കുന്ന ശബ്ദത്തോടെ 5 വർഷം മുമ്പത്തെ ആ കറുത്ത രാത്രിയിലെ രഹസ്യങ്ങൾ ഓരോന്നായി തുറന്നു പറയാൻ ആരംഭിച്ചു. അതേസമയം മില്ലിന്റെ പുറത്ത് മഞ്ഞു മാറി വെളിച്ചം വീഴാൻ തുടങ്ങിയിരുന്നു. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ശുദ്ധീകരണത്തിനാണ് താൻ തുടക്കം കുറിക്കുന്നതെന്ന് DYSP ആന്റണി തോമസ് ഉറച്ചു വിശ്വസിച്ചു. രാഹുൽ വർമ്മയുടെ കുറ്റസമ്മത വീഡിയോ അടങ്ങിയ മൊബൈൽ ഫോൺ അതീവ ജാഗ്രതയോടെ ജാക്കറ്റിന്റെ ഉൾ പോക്കറ്റിലേക്ക് വെച്ച് ആന്റണി തോമസ് എഴുന്നേറ്റു. നേരം പുലർന്നിരിക്കുന്നു.
മില്ലിന്റെ ഓട്ടുതുളകളിലൂടെ സൂര്യപ്രകാശം ചില്ലുകളായി ഉള്ളിലേക്ക് വീണ് കിടക്കുന്നു. സുകുമാരൻ കട്ടർ ഷാജിയെ ഈ മില്ലിൽ തന്നെ കെട്ടിയിട്. അവനിപ്പോൾ പുറത്തിറങ്ങിയാൽ മാധവന് വിവരം കൈമാറും. നമ്മൾ രാഹുലുമായി ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. MC റോഡ് ഒഴിവാക്കി പരമാവധി ഉൾവഴികളിലൂടെ വേണം പോകാൻ. ആന്റണി തോളിലെ മുറിവിന്റെ വേദന കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. സാറേ, വണ്ടി റെഡിയാണ്. പക്ഷേ SP കണ്ണു വെട്ടിച്ച് ഇടുക്കി ബോർഡർ കടക്കുക അത്ര എളുപ്പമാകില്ല. ജില്ലയിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും നമ്മുടെ ഫോട്ടോ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ടാകും. സുകുമാരൻ ആശങ്കയോടെ കാറിന്റെ ഡോറ് തുറന്നു. അതിർത്തി കടക്കാൻ നമ്മൾ ഒഫീഷ്യൽ ചെക്ക് പോസ്റ്റുകൾ ഉപയോഗിക്കുന്നില്ല സുകുമാരൻ. കമ്പന്തേനി പാതയിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഴയ എസ്റ്റേറ്റ് വഴിയുണ്ട്. കാടിന്റെ ഉള്ളിലൂടെയുള്ള ആ പാത വഴി നമുക്ക് തമിഴ്നാട്ടിലേക്ക് കടക്കാം. അവിടുന്ന് നേരെ നാഗർകോവിൽ വഴി തിരുവനന്തപുരത്തേക്ക് കയറാം. രാഹുലിനെ കാറിന്റെ പിൻസീറ്റിലിരുത്തി ഇരുവശത്തു നിന്നും ലോക്ക് ചെയ്തു. സുകുമാരൻ സ്റ്റിയറിംഗ് കൈകലാക്കി വണ്ടി മുന്നോട്ടെടുത്തു. കനത്ത കോടൽ മഞ്ഞിലൂടെ കാർ അതിർത്തി മലനിരകളിലേക്ക് കുതിച്ചു പാഞ്ഞു. അടുത്ത 2 മണിക്കൂറുകൾ തികച്ചും നിശബ്ദമായിരുന്നു. തമിഴ്നാട് അതിർത്തിയോട് അടുത്തതോടെ റോഡിന്റെ വീതി കുറഞ്ഞു വന്നു. ഇരുവശത്തും ആൾപ്പാർപ്പില്ലാത്ത വലിയ തേയിലത്തോട്ടങ്ങളും കുന്നിൻ ചെരിവുകളുമായിരുന്നു. പെട്ടെന്ന് കനത്ത മഞ്ഞിന്റെ ഇടയിലൂടെ റോഡിനു പുറകെ വലിയൊരു തടിമരം വെട്ടിയിരിക്കുന്നത് സുകുമാരന്റെ കണ്ണിൽപ്പെട്ടു. സാറേ, റോഡ് ബ്ലോക്കാണ്. സുകുമാരൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. കാറിന്റെ ടയറുകൾ നിലവിളിച്ചുകൊണ്ട് തെന്നി നീങ്ങി ആ തടിമരത്തിന്റെ തൊട്ടു മുന്നിൽ നിന്നു. പിന്നോട്ടെടുക്കാൻ നോക്കിയപ്പോഴേക്കും പുറകിലെ വളവിൽ നിന്നും സൈറൻ മുഴക്കിക്കൊണ്ട് 2 പോലീസ് ജീപ്പുകൾ വന്ന് വഴി തടസ്സപ്പെടുത്തി കഴിഞ്ഞിരുന്നു. മരങ്ങൾക്കിടയിലെ ഇരുട്ടിൽ നിന്നും 9ഓളം പോലീസുകാർ തോക്കുകളുമായി കാറിന് നേരെ പാഞ്ഞെടുത്തു. അവരുടെ കൈകളിൽ റൈഫിളുകൾ ഉണ്ടായിരുന്നു. മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു SP മാധവൻ നായർ. അദ്ദേഹത്തിന്റെ മുഖത്ത് കൗശലക്കാരനായ ഒരു വേട്ടക്കാരന്റെ ഭാവമായിരുന്നു. ആന്റണി തോമസ്, വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കോ. ഒരു മെഗാഫോണിലൂടെ മാധവൻ നായരുടെ ശബ്ദം കാടാകെ പ്രതിധ്വനിച്ചു. സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ കൊലക്കേസ് പ്രതിയെ തട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. കീഴടങ്ങിയില്ലെങ്കിൽ വെടിവെക്കാൻ എനിക്ക് മുകളിൽ നിന്നും ഒഫീഷ്യൽ ഓർഡർ ഉണ്ട്. സാറേ, നമ്മൾ തീർന്നു. പുറകിലിരുന്ന രാഹുൽ വർമ്മ തലയിൽ കൈവച്ച് കരയാൻ തുടങ്ങി. ആന്റണി സുകുമാരനെ ഒന്ന് നോക്കി. സുകുമാരൻ, വണ്ടിയിൽ നിന്നും ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ജാക്കറ്റിലേക്കായിരിക്കണം മാധവൻ നായരുടെ കണ്ണ് പോകേണ്ടത്. ഫോൺ നിന്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു അവസരം തരും. ആ സമയം നോക്കി നീ രാഹുലിനെയും കൂട്ടി വലതുവശത്തെ ചായത്തോട്ടത്തിലെ താഴ്വരയിലേക്ക് ഓടണം. ആന്റണി തൻ്റെ ചോര പുരണ്ട ജാക്കറ്റ് അഴിച്ച് കാറിൻ്റെ സീറ്റിൽ വെച്ചിരുന്ന ഒരു ബാഗിൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. പുറകെ സുകുമാരനും രാഹുലും ഇറങ്ങി. മാധവൻ നായർ തോക്കുമായി ആന്റണിക്ക് മുന്നിലേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാർ ആന്റണിക്ക് നേരെ റൈഫിളുകൾ ചൂണ്ടി നിന്നു. ബുദ്ധിമാനായ ആന്റണി തോമസിനൊടുവിൽ വഴി തെറ്റിയല്ലേ? മാധവൻ നായർ ക്രൂരമായി ചിരിച്ചു. എവിടെയാ വീഡിയോ അടങ്ങിയ ഫോൺ? നിന്റെ കൊച്ചിയിലെ സൈബർ സുഹൃത്ത് ഫൈസൽ എന്നോടെല്ലാം പറഞ്ഞു. നീ തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് എനിക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ഫൈസലോ? ആന്റണി ഞെട്ടി. തന്റെ വിശ്വസ്തനായ സുഹൃത്തു പോലും മാധവൻ നായരുടെ പണത്തിന്റെ മുന്നിൽ ഒടുവിൽ കുറ്റുകാരനായി മാറിയിരിക്കുന്നു. അതേടാ ആന്റണി, പണത്തിന്റെ മുന്നിൽ വീഴാത്തവരായി ആരുമില്ല. മാധവൻ നായർ ആന്റണിയുടെ ജാക്കറ്റിരുന്ന കാറിന്റെ ഉള്ളിലേക്ക് കൈനീട്ടി. ഇതായിരുന്നു ആന്റണി കാത്തിരുന്ന ആ ഒരേ ഒരു നിമിഷം. മാധവൻ നായർ കാറിലേക്ക് ആഞ്ഞു നോക്കിയ ആ സെക്കൻഡിൽ ആന്റണി മുന്നോട്ട് പാഞ്ഞ് തന്റെ മുമ്പിൽ റൈഫിളുമായി നിന്ന പോലീസുകാരന്റെ കയ്യിൽ നിന്നും തോക്ക് ഒരൊറ്റ തിരിവിനെ തട്ടിയെടുത്തു. തോക്കിന്റെ വട്ടക്കൈ കൊണ്ട് ആന്റണി അവന്റെ താടിക്ക് തന്നെ ഒരടി കൊടുത്തു. അവൻ നിലത്തു വീണു. സുകുമാരൻ, ഓടിക്കോ! ആന്റണി അലറി. സുകുമാരൻ ഒട്ടും സമയം കളയാതെ രാഹുലിന്റെ കൈക്ക് കുത്തിപ്പിടിച്ച് റോഡിന്റെ വലതുവശത്തെ കുത്തനെയുള്ള തേയിലത്തോട്ടത്തിലേക്ക് ചാടി ഓടി. ഫയർ! അവന്മാരെ വെടിവെക്കൂ! കാറിൽ നിന്നും തല പുറത്തേക്കെടുത്ത മാധവൻ നായർ അലറി വിളിച്ചു. പോലീസുകാർ തേയിലത്തോട്ടത്തിന്റെ നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ആന്റണി താൻ തട്ടിയെടുത്ത റൈഫിളിൽ നിന്നും പോലീസുകാരുടെ കാലുകൾ ലക്ഷ്യമാക്കി തിരിച്ചു വെടിയുതിർത്തു. 2 പോലീസുകാർ കാലിന് വെടിയേറ്റ് തറയിൽ വീണു. ബാക്കിയുള്ളവർ മരങ്ങളുടെ മറവിലേക്ക് മാറി. അതിനിടയിൽ മാധവൻ നായർ തന്റെ ഒഫീഷ്യൽ പിസ്റ്റളെടുത്ത് ഓടിപ്പോകുന്ന സുകുമാരന്റെ നേരെ ലക്ഷ്യം വെച്ചു. ആന്റണി മാധവൻ നായർക്ക് നേരെ പാഞ്ഞെടുക്കാൻ നോക്കിയെങ്കിലും അതിന്റെ മുമ്പ് തന്നെ മാധവന്റെ പിസ്റ്റളിൽ നിന്നും വെടിയുണ്ട പാഞ്ഞു പോയിരുന്നു. ഓടിക്കൊണ്ടിരുന്ന സുകുമാരന്റെ പുറകിൽ തോളലിന്റെ താഴെയായി ആ വെടിയുണ്ട പതിച്ചു. സുകുമാരൻ ഒരു വലിയ നിലവിളിയോടെ രാഹുലിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു. ചോര തേയിലച്ചെടികളിലേക്ക് പടർന്നു പിടിച്ചു. സുകുമാരൻ! ആന്റണിയുടെ നെഞ്ച് തകർന്നുപോയി. തന്റെ സഹോദരനെ പോലെ കൂടെ നിന്ന വിശ്വസ്തനായ ഡ്രൈവർ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. ദേഷ്യം കൊണ്ട് ആന്റണിയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അദ്ദേഹം റൈഫിളും പിടിച്ച് മാധവൻ നായർക്ക് നേരെ ഒരൊറ്റ പാച്ചിലായിരുന്നു. ഒരു ഭ്രാന്തൻ കടുവയെ പോലെ വന്ന ആന്റണിയുടെ ചവിട്ടേറ്റ് മാധവൻ റോഡിൽ നിന്നും തെറിച്ച് ജീപ്പിന്റെ ബോണറ്റിലേക്ക് വീണു. അദ്ദേഹത്തിന്റെ കയ്യിലെ പിസ്റ്റൾ ദൂരേക്ക് തെറിച്ചുപോയി. ആന്റണി മാധവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. താനൊരു SP അല്ലടാ, യൂണിഫോമിട്ട വെറും ഒരു കൊലപാതകയാണ്. നിന്നെ ഞാൻ... പെട്ടെന്ന് പുറകിൽ നിന്ന് 3 പോലീസുകാർ വന്ന്
ആന്റണിയുടെ പുറകിൽ റൈഫിളിന്റെ വട്ടക്കൈ കൊണ്ട് ശക്തമായി അടിച്ചു. ആന്റണി വേദന കൊണ്ട് പുളഞ്ഞു. അവർ ആന്റണിയെ ബലമായി തറയിലേക്ക് അമർത്തിപ്പിടിച്ച് വിലങ്ങ് വെച്ചു. മാധവൻ നായർ എഴുന്നേറ്റ് തന്റെ വസ്ത്രങ്ങൾ ശരിയാക്കി. നിലത്തു നിന്നും പിസ്റ്റൾ എടുത്തു. അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്ത ദേഷ്യമായിരുന്നു. ചായത്തോട്ടത്തിലേക്ക് നോക്കി അദ്ദേഹം കണ്ടത് പരിക്കേറ്റ സുകുമാരൻ തന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എസ്റ്റേറ്റിന്റെ ആഴമേറിയ താഴ്വരയിലെ പുല്ലുകൾക്കിടയിലേക്ക് ദൂരേക്ക് എറിയുന്നതായിരുന്നു. ഫോൺ അവൻ താഴേക്ക് എറിഞ്ഞു. സാർ, ഒരു കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. പോയി ആ ഫോൺ കണ്ടുപിടിച്ചിട്ട് വാ, മാധവൻ അലറി. പിന്നീട് അദ്ദേഹം ചോരയൊലിപ്പിച്ചു കിടക്കുന്ന സുകുമാരന്റെ അരികിലേക്ക് നടന്നു. സുകുമാരൻ ബോധരഹിതനായിരുന്നു. രാഹുൽ വർമ്മ പേടിച്ച് കൈകൾ ഉയർത്തി നിൽക്കുകയാണ്. മാധവൻ തിരിഞ്ഞ് വിലങ്ങ് വെച്ച് കിടക്കുന്ന ആന്റണിയുടെ അരികിലേക്ക് വന്നു. ആന്റണിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം ക്രൂരമായി ചിരിച്ചു. ആന്റണി തോമസ്, നീ ജയിച്ചെന്ന് വിചാരിച്ചോ? നിന്റെ ഡ്രൈവർ ദാ ചാവാൻ കിടക്കുന്നു. ആ വീഡിയോ അടങ്ങിയ ഫോൺ ഈ കാട്ടിലെവിടെയോ കിടക്കുന്നു. അതെന്റെ പിള്ളേരിപ്പോൾ കണ്ടെത്തും. നീ ഇനി ജീവനോടെ കോടതിയിൽ പോകില്ല. നിന്റെ വിധി ഞാൻ ഈ അതിർത്തിയിൽ വെച്ച് തന്നെ എഴുതും. ആന്റണി വിലങ്ങുകൾക്കിടയിലൂടെ മാധവൻ നായരുടെ കണ്ണുകളിലേക്ക് നോക്കി. തോളിലെ മുറിവുകളിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. സുകുമാരൻ ജീവനായി പിടയുന്നു. തെളിവുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും കറുത്ത നിമിഷത്തിലാണ് താൻ നിൽക്കുന്നതെന്ന് ആന്റണി തിരിച്ചറിഞ്ഞു. പക്ഷേ ആ കണ്ണുകളിലെ പോരാട്ട വീര്യം അപ്പോഴും കെട്ടടങ്ങിയിരുന്നില്ല. തോളിലിൻ്റെ താഴെ വെടിയേറ്റ് ചോര വാർന്നു കിടന്ന സുകുമാരനെയും വിലങ്ങണിയിക്കപ്പെട്ട ഡിവൈഎസ്പി ആന്റണി തോമസിനെയും മാധവൻ നായരുടെ വിശ്വസ്തരായ കൊലയാളി സംഘം 2 വണ്ടികളിലായി കയറ്റി. ഭയം കൊണ്ട് വിറച്ചിരുന്ന രാഹുൽ വർമ്മയെ എസ്.പിയുടെ സ്വന്തം ഒഫീഷ്യൽ ജീപ്പിലേക്കാണ് മാറ്റിയത്. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ വണ്ടികൾ വന്നു നിന്നത് വേലേപ്പാറയുടെയും തമിഴ്നാടിൻ്റെയും അതിർത്തി കാടുകൾക്ക് നടുവിലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ വെടിമരുന്ന് ശാലയ്ക്ക് മുന്നിലാണ്. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഭൂപടങ്ങളിൽ പോലും അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലം. കനത്ത ഇരുമ്പ് കതകുകൾ തുറന്ന ആന്റണിയെ അവർ ഉള്ളിലേക്ക് തള്ളി. നിലത്ത് കെട്ടിക്കിടന്ന ചെളിവെള്ളത്തിലേക്ക് ആന്റണി വീണു. എങ്കിലും മുട്ടുകുത്തി നിന്ന് അദ്ദേഹം തലയുയർത്തി നോക്കി. തൊട്ടടുത്തായി സുകുമാരനെ അവർ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ ശ്വാസം വളരെ നേർത്തു വരികയായിരുന്നു. സാറേ, സുകുമാരൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അവന് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. സുകുമാരൻ, നീ മിണ്ടരുത്, ശരീരം അനക്കരുത്. ആന്റണി തന്റെ വിലങ്ങു വെച്ച കൈകൾ കൊണ്ട് സുകുമാരന്റെ മുറിവിലേക്ക് അമർത്തി പിടിച്ചു. ജാക്കറ്റ് കീറിയ ആന്റണി ആ വെടിയേറ്റ ഭാഗം ബലമായി കെട്ടി. അപ്പോഴേക്കും ഇരുട്ടിൽ നിന്നും ബൂട്ടിന്റെ ശബ്ദത്തോടെ എസ്.പി മാധവൻ നടന്നു വന്നു. കൂടെ ഹരിശങ്കർ വർമ്മയും ഉണ്ടായിരുന്നു. വർമ്മയുടെ കയ്യിൽ കനത്തൊരു വാക്കി ടോക്കി ഉണ്ടായിരുന്നു. ആന്റണി, നിന്റെ ചോരത്തിളപ്പ് ഒടുവിൽ ഇവിടെ അവസാനിച്ചു കണ്ടോ? വർമ്മ ക്രൂരമായി ചിരിച്ചു. എന്റെ മകനെ ക്യാമറയ്ക്ക് മുന്നിലിരുത്തി മൊഴിയെടുക്കാൻ മാത്രം നീ വളർന്നോടാ. വർമാജി, വിട്ടേക്ക്, മാധവൻ സിഗരറ്റ് പുകച്ചുകൊണ്ട് പറഞ്ഞു. ഇവന്മാരുടെ അധ്യായം ഈ രാത്രിയോടെ കഴിയും. എന്റെ പിള്ളേര് ആ ചായത്തോട്ടത്തിൽ അരിച്ചു പെറുക്കി തിരയുന്നുണ്ട്. സുകുമാരൻ എറിഞ്ഞു കളഞ്ഞ ആ ഫോൺ അടുത്ത 2 മണിക്കൂറിന്റെ ഉള്ളിൽ എന്റെ കയ്യിലെത്തും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാര് 2 പേരെയും എൻകൗണ്ടർ ലിസ്റ്റിൽ പെടുത്തും. സസ്പെൻഷനിലായ ഡിവൈഎസ്പി കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കാൻ അതിർത്തിയിൽ വന്നു. പോലീസിന് നേരെ വെടിയുതിർത്തു. തിരിച്ചുള്ള വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. കഥ ക്ലീനാണ്. ആന്റണി മാധവനെ രൂക്ഷമായി നോക്കി. മാധവ, താൻ ഈ യൂണിഫോമിനോട് ചെയ്യുന്നത് വലിയ ചതിയാണ്. അഞ്ജലി എന്ന പാവം പെൺകുട്ടിയെ നശിപ്പിച്ചു കൊന്ന നിനക്ക് നിയമത്തിന്റെ പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിത്തരും. നിയമമോ? ആരുടെ നിയമം? മാധവൻ ഉച്ചത്തിൽ ചിരിച്ചു. ഈ ജില്ലയിൽ ഞാനാണ് നിയമം ആന്റണി. നീ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ കൊച്ചിയിൽ നിന്നും കൊണ്ടുവന്ന ആ കറുത്ത ഫയൽ വർമ്മയുടെ ആളുകൾ ഓൾറെഡി കത്തിച്ചു കളഞ്ഞു. ഇനി ആകെ ഉണ്ടായിരുന്ന തെളിവ് ശാലിനിയുടെ മൊഴിയും രാഹുലിന്റെ വീഡിയോയുമാണ്. ശാലിനി എവിടെയുണ്ടെന്ന് ഈ വർമ്മയുടെ പിള്ളേര് ഒടുവിൽ കണ്ടെത്തി കഴിഞ്ഞു. അവളെ തീർക്കാൻ കരിമലക്കാട്ടിലെ തങ്കപ്പൻ ഓൾറെഡി പുറപ്പെട്ടു കഴിഞ്ഞു. വർമ്മയുടെ കയ്യിലെ വാക്കി ടോക്കി കിലുക്കി. മറുതലക്കിൽ നിന്നും തങ്കപ്പന്റെ ശബ്ദം കേട്ടു. മുതലാളി, നമ്മൾ ശാലിനി ഒളിച്ചിരുന്ന ആ രഹസ്യ കേന്ദ്രം വളഞ്ഞു കഴിഞ്ഞു. അവൾ അകത്തുണ്ട്. അടുത്ത 5 മിനിറ്റിന്റെ ഉള്ളിൽ കളി തീരും. മാധവൻ തിരിച്ചു പറഞ്ഞു. അത് കേട്ടതും ആന്റണിയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. താൻ സുരക്ഷിതമായി ഒളിപ്പിച്ചു എന്ന് കരുതിയ ശാലിനിയും ഇപ്പോൾ അപകടത്തിലാണ്. അവൾ കൂടി കൊല്ലപ്പെട്ടാൽ പിന്നെ അഞ്ജലിക്ക് നീതി കിട്ടാൻ യാതൊരു വഴിയുമില്ല. പിന്നെ അവൾക്കെന്തെങ്കിലും സംഭവിച്ചാലോ? മാധവനും വർമ്മയും ചിരിച്ചുകൊണ്ട് ആ ഇരുമ്പുവാതിൽ പുറത്തുനിന്നും പൂട്ടി പുറത്തേക്ക് പോയി. വെടിമരുന്നശാല വീണ്ടും ഇരുട്ടിലായി. സാറേ, തറയിലിരുന്ന സുകുമാരൻ വളരെ പണിപ്പെട്ട് ആന്റണിയുടെ അരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവർ ശാലിനിയെ കൊല്ലും സാറേ. ഇല്ല സുകുമാരൻ, ഞാൻ ജീവനോടുള്ളിടത്തോളം അത് നടക്കില്ല. ആന്റണി തൻ്റെ കയ്യിലെ വിലങ്ങുകൾ ഭിത്തിയിലെ മൂർച്ചയുള്ള ഇരുമ്പാണിയിൽ തട്ടി പൊട്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കട്ടിയുള്ള വിലങ്ങ് അനങ്ങിയില്ല. സാറേ, ഒരു കാര്യമുണ്ട്. സുകുമാരൻ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് തൻ്റെ ഇടത് കൈ പതുക്കെ ഉയർത്തി. അവൻ്റെ വിരലുകൾക്കിടയിൽ ചോര പുരണ്ട ഒരു ചെറിയ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. ആന്റണി സ്തംഭിച്ചുപോയി. സുകുമാരൻ, ഇത് ഫോൺ ഞാൻ താഴേക്ക് എറിയുന്നതിൻ്റെ തൊട്ടു മുമ്പ് അതിൻ്റെ ബാക്ക് കവർ അഴിച്ച് ഈ മെമ്മറി കാർഡ് ഞാൻ വായിലേക്ക് ഒളിപ്പിച്ചിരുന്നു സാറേ. സുകുമാരൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു.
രാഹുൽ വർമ്മയുടെ കുറ്റസമ്മത വീഡിയോ മുഴുവനും ഈ മെമ്മറി കാർഡിലുണ്ട്. ഫോൺ മാത്രം തിരയുന്ന SP പിള്ളേർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആന്റണിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ വിശ്വസ്തനായ ഡ്രൈവർ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ നിർണായക തെളിവ് കാത്തു സൂക്ഷിച്ചത്. സുകുമാരൻ, നീ തികച്ചും ഒരു യഥാർത്ഥ പോലീസുകാരനാണ്. ആന്റണി ആ മെമ്മറി കാർഡ് വാങ്ങി തൻ്റെ വാച്ചിൻ്റെ ഉള്ളിലെ ചെറിയ വിടവിലേക്ക് അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചു. ഇനി നമ്മൾ ഇവിടെ കിടക്കാൻ പാടില്ല. ഈ തടവറ തകർക്കണം. ആന്റണി മുറിക്ക് ചുറ്റും നോക്കി. പഴയ വെടിമരുന്ന് ശാലയായതുകൊണ്ട് തന്നെ അവിടുത്തെ ഭിത്തികൾ ദ്രവിച്ച മൺകട്ടകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കം കാരണം ഈർപ്പം തട്ടി പല ഭാഗങ്ങളും പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. തോളിലെ കടുത്ത വേദന വകവയ്ക്കാതെ ആന്റണി തൻ്റെ വലിയ ശരീരം കൊണ്ട് ആ ഭിത്തിയിലേക്ക് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. ഓരോ ഇടിക്കും അദ്ദേഹത്തിൻ്റെ തോളിൽ നിന്നും ചോര വീണ്ടും പടർന്നു. എങ്കിലും ആന്റണി നിർത്തിയില്ല. ശാലിനിയുടെ ജീവൻ രക്ഷിക്കണം. സുകുമാരനെ ആശുപത്രിയിൽ എത്തിക്കണം. ഒടുവിൽ 4ാമത്തെ ഇടുപ്പിൽ ആ ദ്രവിച്ച മൺഭിത്തി വലിയൊരു തകർച്ചയോടെ പുറത്തേക്ക് ഇടിഞ്ഞു വീണു. കാട്ടിലെ തണുത്ത കാറ്റും മഴയും ആ ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് അടിച്ചു കയറി. പുറത്ത് കാവൽ നിന്നിരുന്ന 2 ഗുണ്ടകൾ ശബ്ദം കേട്ട് ഓടി വരുന്നതിൻ്റെ മുമ്പ് തന്നെ ആന്റണി വിലങ്ങു വെച്ച കൈകൾ കൊണ്ട് മുന്നിൽ വന്നവന്റെ കഴുത്തിൽ പിടിച്ച് നിലത്തിട്ടു. മറ്റവന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് വിലങ്ങിന്റെ ലോക്കിലേക്ക് തിരിച്ചു. ഒരു ചെറിയ ശബ്ദത്തോടെ ആന്റണിയുടെ കൈകളിലെ വിലങ്ങുകൾ അഴിഞ്ഞു വീണു. ഗുണ്ടകളുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയുടെ താക്കോലും അവരുടെ ഫോണും ആന്റണി തട്ടിയെടുത്തു. സുകുമാരനെ തന്റെ കനത്ത തോളിലേക്ക് എടുത്തു കിടത്തി ആന്റണി ആ രാത്രിയിലെ കനത്ത മഴയിലേക്ക് ഓടിയിറങ്ങി. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു പഴയ മഹേന്ദ്ര ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആന്റണി മേലേപ്പാറ ടൗൺ ലക്ഷ്യമാക്കി പറപ്പിച്ചു. ഒരു കൈയിൽ സ്റ്റീറിങ്ങും മറുകൈയിൽ തട്ടിയെടുത്ത ഫോണുമായി അദ്ദേഹം തിരുവനന്തപുരത്തെ DGPയുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, DGP സാറാണോ? ഞാൻ മേലേപ്പാറ DYSP ആന്റണി തോമസ്. സാർ, ഇടുക്കി SP മാധവൻ നായർ വലിയൊരു കൊലപാതകിയാണ്. അഞ്ജലി വധക്കേസിലെ പ്രധാന പ്രതി അയാളാണ്. എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. എൻ്റെ ഡ്രൈവർക്ക് വെടിയേറ്റു. DGPയുടെ മറുപടി കേട്ടതും ആന്റണിയുടെ മുഖത്ത് പുതിയൊരു ദൃഢനിശ്ചയം വന്നു. ശരി സാർ, ഞാൻ പ്രതികളെ എല്ലാവരെയും അർദ്ധരാത്രിക്ക് മുമ്പ് മേലേപ്പാറ സ്റ്റേഷനിലെത്തിക്കാം. നിങ്ങൾ നേരിട്ട് ഫോഴ്സുമായി വരണം. ഫോൺ കട്ട് ചെയ്ത ശേഷം ആന്റണി ജീപ്പിന്റെ ആക്സിലേറ്റർ പൂർണ്ണമായും അമർത്തി. കരിമലക്കാടിന്റെ ആഴങ്ങളിലേക്ക് കയറുന്നോറും മഹേന്ദ്ര ജീപ്പിന്റെ വൈപ്പറുകൾക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്തത്ര കട്ടിയിലായിരുന്നു മഞ്ഞ് പെയ്തിറങ്ങിയത്. ഒരു തോളിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നുവെങ്കിലും ആന്റണി തോമസിന്റെ ഇടതുകൈ സ്റ്റീറിംഗിൽ ഉറച്ചു നിന്നു. ജീപ്പിന്റെ പിൻസീറ്റിൽ ബോധരഹിതനായി കിടക്കുന്ന സുകുമാരന്റെ ശ്വാസോച്ഛ്വാസം നിലച്ചു പോകാതിരിക്കാൻ ആന്റണി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. താൻ തട്ടിയെടുത്ത ഗുണ്ടയുടെ ഫോണിൽ നിന്നും ആന്റണി ശാലിനിയെ ഒളിപ്പിച്ചിരുന്ന രഹസ്യ കേന്ദ്രത്തിലെ ഇൻഫോമർ വാസുവിനെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വർമ്മയുടെ ഗുണ്ടകൾ അവിടെ എത്തിക്കഴിഞ്ഞു. വാസുവിനെ അവർ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. ആന്റണിയുടെ കൈകൾ സ്റ്റീറിംഗിൽ കൂടുതൽ മുറുകി. അതിർത്തിയിലെ പഴയ വെടിമരുന്ന് ശാലയിൽ നിന്നും കരിമലക്കാട്ടിലെ ആ രഹസ്യ താവളത്തിലേക്ക് എത്താൻ ജീപ്പിൽ കുറഞ്ഞത് അരമണിക്കൂർ വേണം. തങ്കപ്പനും സംഘവും ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ആന്റണി വണ്ടി പരമാവധി വേഗതയിൽ കുന്നിൻ ചെരുവിലൂടെ ഓടിച്ചു. രാത്രി 11 മണിയോടെ ജീപ്പ് രഹസ്യ താവളത്തിന് 100 മീറ്റർ അകലെയുള്ള കാട്ടുമരങ്ങൾക്കിടയിൽ ആന്റണി ഒതുക്കി നിർത്തി. ഹെഡ്ലൈറ്റുകൾ അണച്ച ശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങി. കയ്യിൽ വെടിമരുന്ന് ശാലയിലെ ഗുണ്ടകളിൽ നിന്നും തട്ടിയെടുത്ത് ഒരു നാടൻ പിസ്റ്റളും കുറച്ച് വെടിയുണ്ടകളും ഉണ്ടായിരുന്നു. വലിയൊരു പൈൻ മരത്തിന്റെ മറവിൽ നിന്നും ആന്റണി ആ പഴയ കെട്ടിടത്തിലേക്ക് നോക്കി. തങ്കപ്പന്റെ 3 ജീപ്പുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. വീടിന്റെ മുൻവാതിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ഉള്ളിൽ നിന്നും തങ്കപ്പന്റെ അട്ടഹാസങ്ങളും പുരുഷന്മാരുടെ ചീത്തവിളികളും കേൾക്കാമായിരുന്നു. ആന്റണി യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ തകർന്ന മുൻവാതിലിലൂടെ അകത്തേക്ക് കയറി. ഹാളിലെ കാഴ്ച അദ്ദേഹത്തിന്റെ ചോര തിളപ്പിക്കുന്നതായിരുന്നു. ഇൻഫോർമർ വാസു തറയിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കോണിൽ കൈകൾ കെട്ടപ്പെട്ട നിലയിൽ ശാലിനി കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് മുന്നിൽ വലിയൊരു വടിവാളം പിടിച്ച് തങ്കപ്പൻ നിൽപ്പുണ്ട്. എന്നാൽ ആന്റണിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് തങ്കപ്പന്റെ തൊട്ടടുത്ത് കയ്യിലൊരു റിവോൾവറുമായി നിന്ന് ആ മനുഷ്യല്ലായിരുന്നു. അത് മേലേപ്പാറ സ്റ്റേഷനിലെ സീനിയർ കോൺസ്റ്റബിൾ നാരായണനായിരുന്നു. സദാനന്ദൻ ലോക്കപ്പിലായപ്പോൾ തനിക്ക് വസ്ത്രങ്ങൾ എടുത്തതെന്ന് സ്റ്റേഷനിലെ ഏറ്റവും പാവമെന്ന് കരുതിയ നാരായണൻ. എടി ശാലിനി, നാരായണൻ തന്റെ റിവോൾവർ ശാലിനിയുടെ തലയ്ക്ക് നേരെ ചൂണ്ടി ക്രൂരമായി പറഞ്ഞു. ആന്റണി തോമസ് നിന്നെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് സദാനന്ദൻ സാറിന് അറിയില്ലായിരുന്നു. പക്ഷെ നിന്നെ ഇവിടെ എത്തിക്കാൻ ആന്റണി വണ്ടി വിളിച്ചത് എൻ്റെ മകൻ വഴിയായിരുന്നു. നീ ജീവനോടെ ഇരുന്നാൽ ഞങ്ങളുടെ SP സാറും വർമ്മ മുതലാളിയും ജയിലിലാകും. അതുകൊണ്ട് നീ ചാകണം. നാരായണൻ ചേട്ടാ, നിങ്ങളും അവരോടൊപ്പം ചേർന്നോ? എന്നെ കൊല്ലരുതേ. ശാലിനി അലറിക്കരഞ്ഞു. അവൾ കൂടുതൽ സംസാരിക്കേണ്ട നാരായണ, തീർത്തേക്ക്. തങ്കപ്പൻ വാളുയർത്തി. നാരായണ, തോക്ക് താഴെയിട്. ആളിലേക്ക് ഇരച്ചു കയറി വന്ന ഗർജനം കേട്ട് നാരായണനും തങ്കപ്പനും ഞെട്ടിത്തിരിഞ്ഞു. പുക നിറഞ്ഞ വെളിച്ചത്തിലേക്ക് ചോര പുരണ്ട ഷർട്ടും കയ്യിൽ പിസ്റ്റളുമായി DYSP ആന്റണി തോമസ് നടന്നു വന്നു. അദ്ദേഹത്തിന്റെ രൂപം കണ്ട് തങ്കപ്പന്റെ ആളുകൾ ഒരു നിമിഷം ഭയന്ന് പിറകോട്ട് മാറി. ആന്റണി തോമസ്, നീ 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 എങ്ങനെ ഇവിടെ എത്തി? SP സാർ നിന്നെ... നാരായണന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. നിന്റെ SP എന്നെ ഒരു ഇരുണ്ട തടവറയിലേക്കാക്കി. പക്ഷെ എന്നെ പൂട്ടാൻ നിങ്ങൾക്ക് ശേഷിയില്ല.
ആന്റണി മുന്നോട്ട് നടന്നു. സ്റ്റേഷനിലെ ചതിയൻ സദാനന്ദൻ മാത്രമാണെന്ന് ഞാൻ കരുതി. പക്ഷേ പോലീസിലെ ചാരന്മാർ ഇത്രയധികം താഴെത്തട്ടിൽ വരെയുണ്ടെന്ന് ഞാൻ ഊഹിച്ചില്ല. സ്വന്തം ഡിപ്പാർട്ട്മെന്റിന് കാശിന് വേണ്ടി ഒറ്റ കൊടുക്കുന്ന നിന്നെ ഞാൻ എടാ അവനെ വെടിവെക്കടാ, തങ്കപ്പൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഒരു മികച്ച ഓഫീസറുടെ കൃത്യതയോടെ ആന്റണി തന്റെ പിസ്റ്റളിൽ നിന്നും ആദ്യത്തെ വെടിയുതിർത്തു. വെടിയുണ്ട നാരായണന്റെ വലതു തോളിൽ തുളച്ചു കയറി. റിവോൾവർ നിലത്ത് വീണു. അയാൾ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് മറിഞ്ഞു. ഇത് കണ്ട തങ്കപ്പൻ തന്റെ വലിയ വടിവാളുമായി ആന്റണിക്ക് നേരെ പാഞ്ഞു വന്നു. ആന്റണി ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും തോളിലെ പഴയ മുറിവിന്റെ വേദന കാരണം അദ്ദേഹത്തിന്റെ വേഗത കുറഞ്ഞുപോയി. തങ്കപ്പന്റെ വടിവാൾ ആന്റണിയുടെ ഇടത് കൈത്തണ്ടയിൽ ആഴത്തിൽ പോയി. ചോര തെറിച്ചു വീണു. ആന്റണി, നിന്റെ കളി ഇന്ന് ഇവിടെ തീരും. തങ്കപ്പൻ വീണ്ടും വാളുയർത്തി. എന്നാൽ ആന്റണി തന്റെ വലത് കൈ കൊണ്ട് തങ്കപ്പന്റെ വാൾ പിടിച്ചിരുന്ന കൈത്തണ്ടയിൽ ശക്തമായി പിടിച്ചു. എന്നിട്ടൊരു തിരി കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭീമാകാരമായ ശരീരത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തങ്കപ്പനെ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറ്റി. ഭിത്തിയുടെ കോൺക്രീറ്റ് ഇളകി വീണു. ആന്റണി തന്റെ കനത്ത കൈകൊണ്ട് തങ്കപ്പന്റെ മുഖത്ത് തുടർച്ചയായി 3 പഞ്ചുകൾ കൊടുത്തു. തങ്കപ്പന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ നിന്നും വാള് തറയിലേക്ക് വീണു. ബോധരഹിതനായ തങ്കപ്പനെ ആന്റണി കാലുകൊണ്ട് ദൂരേക്ക് തള്ളിയിട്ടു. ബാക്കിയുണ്ടായിരുന്ന 3 ഗുണ്ടകൾ ഇത് കണ്ട ആയുധങ്ങൾ താഴെയിട്ട് ജനൽ വഴി പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെട്ടു. ആന്റണി വേഗത്തിൽ ശാലിനിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റി. ശാലിനി, ഓടിക്കോ, പുറത്ത് ജീപ്പുണ്ട്, അതിൽ സുകുമാരൻ പരിക്കേറ്റ് കിടക്കുകയാണ്, നീ വണ്ടിയിൽ കയറിയിരിക്കൂ, ആന്റണി ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. ശാലിനി കരഞ്ഞുകൊണ്ട് ജീപ്പിലേക്ക് ഓടി. ആന്റണി തറയിൽ ചോരയൊലിപ്പിച്ച് കിടന്ന കോൺസ്റ്റബിൾ നാരായണന്റെ അരികിലേക്ക് നടന്നു. എന്നിട്ട് അവന്റെ കോളറിൽ പിടിച്ച് തൂക്കിയെടുത്തു. പറയടാ നാരായണ, എസ് പിയും വർമ്മയും ഇപ്പോൾ എവിടെയുണ്ട്? അവർ മേലേപ്പാറ സ്റ്റേഷനിലുണ്ട് സാറേ, നാരായണൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ആന്റണിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. നല്ലത്, ഇരകളെല്ലാം ഒരേ മാളത്തിൽ തന്നെ ഒത്തുകൂടിയിരിക്കുന്നു, അവരെ ഒന്നിച്ചു കൂട്ടാൻ എനിക്ക് എളുപ്പമായി. നാരായണനെ അവിടെ തന്നെ തള്ളിയിട്ട് ആന്റണി പുറത്തേക്ക് നടന്നു. ജീപ്പിൽ കയറിയിരുന്ന അദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സമയം രാത്രി 11:30 കഴിഞ്ഞിരിക്കുന്നു. DGP സാറ് ഫോഴ്സുമായി തിരുവനന്തപുരത്ത് നിന്നും മേലേപ്പാറയിലേക്ക് അടുത്ത അരമണിക്കൂറിൻ്റെ ഉള്ളിലെത്തും. അതിനു മുമ്പ് തനിക്ക് സ്റ്റേഷനിലെത്തണം. അഞ്ജലി വധക്കേസിന്റെ യഥാർത്ഥ പ്രതികളായ SP മാധവൻ നായരെയും ഹരിശങ്കർ വർമ്മയും ഇരിക്കുന്ന മേലേപ്പാറ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ആന്റണി തോമസിന്റെ ജീപ്പ് ആ കറുത്ത മഞ്ഞിലൂടെ കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു. മേലേപ്പാറ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കനത്ത മഴ പെയ്ത് തോർന്നിരിക്കുന്നു. കരിമലക്കാട്ടിൽ നിന്നും പാഞ്ഞു വന്ന മഹേന്ദ്ര ജീപ്പ് സ്റ്റേഷന്റെ ഇരുമ്പുകേറ്റും തകർത്ത് അകത്തേക്ക് ഇരച്ചു കയറി നിന്നു. വണ്ടിയുടെ ടയറുകൾ ചെളിയിൽ പൊതിഞ്ഞു. വലത് തോളിലും ഇടത് കൈത്തണ്ടയിലും പറ്റിയ മുറിവിൽ നിന്നും ചോരയൊലിപ്പിച്ചുകൊണ്ട് DYSP ആന്റണി തോമസ് ജീപ്പിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു കാട്ടുതീയുടെ ഭാവമായിരുന്നു. ജീപ്പിന്റെ പിൻസീറ്റിൽ ശാലിനി പേടിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബോധരഹിതനായ സുകുമാരൻ അപ്പോഴും മരണത്തോട് മല്ലിടുന്നു. ശാലിനി, നീ ജീപ്പിൽ തന്നെ ഇരിക്കുക, DGP സാറിന്റെ ഫോഴ്സ് ഇപ്പോൾ ഇവിടെ എത്തും. എന്നിട്ട് സ്റ്റേഷന്റെ വരാന്തയിലേക്ക് നടന്നു. അഞ്ജലി വധക്കേസിലെ അവസാനത്തെ ഫയലുകളെല്ലാം ഒരു ഇരുമ്പ് ബാരലിലിട്ട് കത്തിക്കുകയായിരുന്നു ഹരിശങ്കർ വർമ്മയുടെ ആളുകൾ. മേശപ്പുറത്ത് തന്റെ റിവോൾവറും വെച്ച് കസാരയിൽ തികച്ചും ശാന്തനായി ഇടുക്കി SP മാധവൻ നായർ ഇരിപ്പുണ്ടായിരുന്നു. തൊട്ടടുത്ത് വലിയൊരു പണപ്പെട്ടിയുമായി വർമ്മയും. തങ്കപ്പൻ ശാലിനിയെ തീർത്തുന്ന സന്ദേശം കാത്തിരിക്കുന്ന അവരുടെ മുന്നിലേക്കാണ് ചോരയിൽ കുളിച്ച ജാക്കറ്റുമായി ആന്റണി തോമസ് ഒരു മരണത്തെ പോലെ നടന്നു വന്നത്. ആന്റണി, വർമ്മ പേടിയോടെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. മാധവൻ ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ സ്വയം നിയന്ത്രിച്ച് ക്രൂരമായി ചിരിച്ചു. നീ ശരിക്കും ഒരു പൂച്ചയെ പോലെയാണ് ആന്റണി, എത്ര വട്ടം തറയിലിട്ടാലും നീ കാലുകുത്തി എഴുന്നേൽക്കും. പക്ഷേ നാരായണനും തങ്കപ്പനും നിന്നെ വെറുതെ വിട്ടല്ലോ. അത് ഓർക്കുമ്പോഴാണ് അവന്മാരൊക്കെ കരിമലക്കാട്ടിലെ മണ്ണിൽ ചോരയൊലിപ്പിച്ച് കിടക്കുകയാണ് മാധവൻ നായരെ. ആന്റണി തന്റെ പിസ്റ്റൾ മാധവന് നേരെ ചൂണ്ടി. നീ കത്തിച്ചു കളയുന്ന ഫയലുകളിലല്ല തെളിവിരിക്കുന്നത്. താൻ വിശ്വസിച്ച തന്റെ വിശ്വസ്തൻ രാഹുൽ വർമ്മയുടെ മൊഴി മുഴുവനും ദാ ഇതിലുണ്ട്. ആന്റണി തന്റെ ഇടത് കൈയിലെ വാച്ച് അഴിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന ആ ചെറിയ മെമ്മറി കാർഡ് ഉയർത്തി കാണിച്ചു. മെമ്മറി കാർഡോ? മാധവന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. അതെ, താൻ കാട്ടിൽ തിരഞ്ഞ ഫോണിലല്ല. എന്റെ സുകുമാരൻ തന്റെ ജീവൻ പണയം വെച്ച് സ്വന്തം വായിൽ ഒളിപ്പിച്ച ഈ കാർഡിലാണ് അഞ്ജലിയെ കൊന്ന നിങ്ങളുടെ 2 പേരുടെയും വിധിയിരിക്കുന്നത്. ഇത് DGPയുടെ കയ്യിലെത്തും. അതിന് നീ സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് പോയാലല്ലേ? വർമ്മ അലറി. വർമ്മയുടെ പുറകിൽ നിന്നിരുന്ന 4 ഗുണ്ടകൾ ഒരേ സമയം ആന്റണിക്ക് നേരെ പാഞ്ഞു വന്നു. ഒരാളുടെ കയ്യിൽ ഇരുമ്പ് വടിയുണ്ടായിരുന്നു. ആന്റണി ഒഴിഞ്ഞു മാറി. അവന്റെ നെഞ്ചിന് നേരെ തന്റെ ബൂട്ടിട്ട കാലുകൊണ്ട് ശക്തമായി തൊഴിച്ചു. അവൻ മേശപ്പുറത്തേക്ക് തെറിച്ചു വീണു. രണ്ടാമൻ ആന്റണിയുടെ പരിക്കേറ്റ തോളിൽ പിടിച്ച് തിരിക്കാൻ നോക്കി. കടുത്ത വേദനയോടെ ആന്റണി താഴേക്ക് കുനിഞ്ഞ് അവന്റെ കാലുകൾക്കിടയിലൂടെ പൂട്ടി തറയിലേക്ക് അടിച്ചു. ആ സമയം കൊണ്ട് മാധവൻ മേശപ്പുറത്തിരുന്ന് തന്റെ ഒഫീഷ്യൽ റിവോൾവർ കയ്യിലെടുത്തു. അദ്ദേഹം ആന്റണിക്ക് നേരെ ലക്ഷ്യം വെച്ചു. ഒരു വെടിവെച്ച സ്റ്റേഷൻ ആകെ മുഴങ്ങി. എന്നാൽ വെടിയുണ്ട കൊണ്ടത് ആന്റണിക്കല്ലായിരുന്നു. ആന്റണി മുന്നോട്ട് പാഞ്ഞ് മാധവന്റെ കൈകൾ മുകളിലേക്ക് തള്ളി മാറ്റിയതുകൊണ്ട് വെടിയുണ്ട മേൽക്കൂരയിലെ സീലിംഗ് തകർത്ത് കടന്നുപോയി.
ആന്റണി മാധവൻ നായരുടെ കോളറിൽ കുത്തിപ്പിടിച്ച് മേശപ്പുറത്തേക്ക് ശക്തമായി ഇടിച്ചു. ഫയലുകളും പണപ്പെട്ടിയും നിലത്തേക്ക് ചിതറി വീണു. യൂണിഫോമിന്റെ ബലം കാണിച്ച് നീ ഒരുപാട് പാവങ്ങളെ കൊന്നു. ആന്റണി മാധവന്റെ മുഖത്ത് ഇടം കൈകൊണ്ട് ശക്തമായൊരു പഞ്ചു കൊടുത്തു. മാധവന്റെ വായിൽ നിന്നും ചോര തെറിച്ചു. എങ്കിലും അദ്ദേഹം തിരിച്ച് ആന്റണിയുടെ പരിക്കേറ്റ തോളിൽ തന്റെ വിരലുകൾ ആഴ്ത്തിയിറക്കി. വേദന കൊണ്ട് ആന്റണിയുടെ പിടിയഴിഞ്ഞു. മാധവൻ ആന്റണിയെ ചുവരിലേക്ക് തള്ളിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇരു കൈകൾ കൊണ്ട് മുറുക്കി. നിന്നെ ഞാൻ ഇവിടെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും ആന്റണി, എന്നിട്ട് ആ മെമ്മറി കാർഡ് ഞാൻ നശിപ്പിക്കും. മാധവൻ നായർ പല്ലിറുമി. ആന്റണിക്ക് ശ്വാസം കിട്ടാതെ മുഖം ചുവന്നു തൊടുത്തു. തോളിലെ മുറിവുകളിൽ നിന്നും ചോര വീണ്ടും ഒലിക്കാൻ തുടങ്ങി. ബോധം മറയുന്നത് പോലെ തോന്നിയ നിമിഷത്തിൽ ആന്റണി തന്റെ പോക്കറ്റിൽ കിടന്ന് വിലങ്ങിന്റെ ഒരു കഷ്ണം ഇരുമ്പ് കയ്യിലെടുത്തു. അതുകൊണ്ട് അദ്ദേഹം മാധവന്റെ തുടയിലേക്ക് ശക്തമായി കുത്തിയിറക്കി. മാധവൻ വേദന കൊണ്ട് പിടിവിട്ട് പിറകോട്ട് മാറി. ആന്റണി ഒട്ടും സമയം കളയാതെ നിലത്ത് വീണ് കിടന്ന പിസ്റ്റളെടുത്ത് മാധവൻ നായരുടെ വലതു തോളിനും ഇടതുകാലിനും നേരെ വെടിയുതിർത്തു. മാധവൻ നിലവിളിച്ചുകൊണ്ട് സ്റ്റേഷനിലെ കസാരയിലേക്ക് മറിഞ്ഞു വീണു. അയാൾക്കിനി എഴുന്നേൽക്കാൻ കഴിയില്ലായിരുന്നു. ഇത് കണ്ട ഭയന്ന ഹരിശങ്കർ വർമ്മ പണപ്പെട്ടിയും എടുത്ത് പുറത്തേക്ക് ഓടാൻ നോക്കി. എന്നാൽ സ്റ്റേഷന്റെ മുൻവാതിലിൽ ഒരു വലിയ തടസ്സം അവനെ വരവേറ്റു. വലിയ സൈറൺ മുഴക്കിക്കൊണ്ട് 5 പോലീസ് വണ്ടികൾ സ്റ്റേഷന്റെ മുറ്റത്തേക്ക് വന്നു. വണ്ടികളിൽ നിന്നും ആയുധധാരികളായ കമാൻഡോകൾ സ്റ്റേഷന്റെ അകത്തേക്ക് ഇരച്ചു കയറി. അവർ വർമ്മയെയും ബാക്കിയുണ്ടായിരുന്ന ഗുണ്ടകളെയും തോക്കിമുനയിൽ നിർത്തി വിലങ്ങ് വെച്ചു. അവർക്ക് നടുവിലൂടെ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് മേധാവി DGP തോമസ് ജേക്കബ് അതീവ ഗൗരവത്തോടെ അകത്തേക്ക് നടന്നു വന്നു. ആളിലെ കാഴ്ചകൾ കണ്ട DGP ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന DYSP ആന്റണി തോമസും കസാരയിൽ വെടിയേറ്റ് കിടക്കുന്ന SP മാധവനും നിരത്ത് ചിതറിക്കിടക്കുന്ന കള്ളപ്പണവും. ആന്റണി മുന്നോട്ട് നടന്ന് DGPക്ക് നേരെ തന്റെ ചോര പുരണ്ട കൈകൾ ഉയർത്തി സല്യൂട്ട് ചെയ്തു. പിന്നീട് തന്റെ വാച്ചിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ മെമ്മറി കാർഡ് പുറത്തെടുത്ത് DGPയുടെ കയ്യിലേക്ക് കൊടുത്തു. സാർ, അഞ്ജലി വധക്കേസിലെ യഥാർത്ഥ പ്രതികൾ ദാ ഇവരാണ്. ഇടുക്കി SP മാധവൻ നായരും ഹരിശങ്കർ വർമ്മയും. ഇതിൽ രാഹുൽ വർമ്മയുടെ കുറ്റസമ്മത മൊഴിയുണ്ട്. ഒപ്പം സസ്പെൻഷനിലായ എന്നെ വധിക്കാൻ നോക്കിയതിന്റെ തെളിവുകളും ഇതിലുണ്ട്. ആന്റണിയുടെ ശബ്ദം വിറച്ചെങ്കിലും അതിലൊരു വലിയ പോരാട്ടത്തിന്റെ വിജയമുണ്ടായിരുന്നു. DGP ആ മെമ്മറി കാർഡ് വാങ്ങി തന്റെ പോക്കറ്റിലേക്ക് വെച്ചു. അദ്ദേഹം മാധവനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. മാധവൻ, നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വലിയൊരു നാണക്കേടാണ്. നിങ്ങളുടെ കളി അവസാനിച്ചിരിക്കുന്നു, DGP പറഞ്ഞു. പിന്നീട് അദ്ദേഹം ആന്റണിയുടെ തോളിൽ കൈവച്ചു. ആന്റണി, നീ ഒരു യഥാർത്ഥ പോലീസ് ഓഫീസറാണ്. നിന്റെ സസ്പെൻഷൻ ഞാൻ ഈ നിമിഷം പിൻവലിക്കുന്നു. നിനക്ക് അടിയന്തരമായി ചികിത്സ വേണം. എനിക്കല്ല സാർ, പുറത്ത് ജീപ്പിൽ എൻ്റെ ഡ്രൈവർ സുകുമാരൻ കിടക്കുന്നുണ്ട്. അവൻ SP-യുടെ വെടിയേറ്റതാണ്. ദയവായി അവനെ. ആന്റണിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കടുത്ത ചോരവാർച്ചയും ക്ഷീണവും കാരണം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇരുണ്ടു വന്നു. DYSP ആന്റണി തോമസ് സ്റ്റേഷന്റെ തറയിലേക്ക് ബോധരഹിതനായി വീണു. 3 മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ ഒരു ചെറിയ കോഫി ഷോപ്പ്. ജനലിലൂടെ പുറത്തെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് നോക്കി ആന്റണി തോമസ് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തോളിലെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയിരിക്കുന്നു. കയ്യിലൊരു ചെറിയ ഗ്ലാസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു പരിചിതമായ ശബ്ദം കേട്ടു. സാർ. ആന്റണി തിരിഞ്ഞു നോക്കി. നല്ല ഭംഗിയുള്ള ക്ലീൻ ഷേവ് ചെയ്ത് പുതിയൊരു യൂണിഫോം ധരിച്ച് സുകുമാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ തോളിൽ ഇപ്പോൾ ഒരു കോൺസ്റ്റബിളിന്റെ ബാഡ്ജ് തിളങ്ങുന്നുണ്ടായിരുന്നു. സുകുമാരൻ, നീ എപ്പോഴാണ് വന്നേ? ആന്റണിയുടെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇന്ന് രാവിലെയാണ് സാർ എനിക്ക് പ്രൊമോഷൻ ഓർഡർ കിട്ടിയത്. DGP സാർ എന്നെ സ്പെഷ്യൽ കോൺസ്റ്റബിളായി നിയമിച്ചു. സുകുമാരൻ ആന്റണിയെ സല്യൂട്ട് ചെയ്തു. അതുമാത്രമല്ല സാർ, ഇന്ന് രാവിലെ കോടതി വിധി വന്നു. മാധവൻ നായർക്കും വർമ്മയ്ക്കും രാഹുലിനും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. അഞ്ജലിക്കൊടുവിൽ നീതി കിട്ടി സാർ. ആന്റണി ചായ കുടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിപ്പോൾ തികച്ചും ശാന്തമായിരുന്നു. നിയമത്തിന്റെ വഴി വളഞ്ഞതാണെങ്കിലും അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ നെഞ്ചിൽ സത്യമുണ്ടെങ്കിൽ വിജയം ഉറപ്പാണെന്ന് ആന്റണിക്ക് അറിയാമായിരുന്നു. അപ്പോഴാണ് ആന്റണിയുടെ ഒഫീഷ്യൽ ഫോൺ വീണ്ടും ശബ്ദിച്ചത്. സ്ക്രീനിൽ DGPയുടെ പേര് തെളിഞ്ഞു വന്നു. ആന്റണി ഫോൺ എടുത്തു. ജയ് ഹിന്ദ് സാർ. മറുതലക്കിൽ നിന്നും DGPയുടെ കനത്ത ശബ്ദം കേട്ടു. ആന്റണി, നിനക്ക് വിശ്രമം കഴിഞ്ഞെങ്കിൽ ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഹൈവേ കേന്ദ്രീകരിച്ച് പുതിയൊരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ സജീവമായിട്ടുണ്ട്. കേസ് അന്വേഷിക്കാൻ എനിക്ക് നിന്നെ തന്നെ വേണം. യെസ് സാർ, ഞാൻ റെഡിയാണ്. ആന്റണി ഫോൺ കട്ട് ചെയ്ത് തന്റെ പോലീസ് തൊപ്പി തലയിലേക്ക് വെച്ചു. കൺമുന്നിലെ അനീതികൾക്കെതിരെ പോരാടാൻ ആന്റണി തോമസിന്റെ പുതിയ വേട്ട ആരംഭിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് കഥ? ഇടി, പുക, അല്ല ഫൈറ്റ് സീനൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഈ കഥ വായിച്ചു കഴിയുമ്പോഴേ എനിക്കിങ്ങനെ അവസാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും. അതാണ് ഞാൻ ഈ പറയണത്. അടിപൊളി ഇടി എല്ലാം ഉണ്ട്, ഒരു ഇമോഷനുണ്ട്. എന്തായാലും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ. ബൈ. പൊയ്ക്കോ കഴിഞ്ഞു.